ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. അനേക ദൈവങ്ങളെ സേവിച്ച് ജീവിതത്തിൽ വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, എന്നാൽ ജീവിക്കുന്നവനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഒരു വലിയ ഭാഗ്യം പ്രിയ സഹോദരിക്ക് കർത്താവ് കൊടുത്തു. വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ദൈവികമാകുന്ന ദർശനങ്ങളൊക്കെ അനുഭവിപ്പാനും കർത്താവാരെന്നറിയാത്ത സമയത്ത് ദൈവം പ്രിയ സഹോദരിക്കിടയാക്കി തീർത്തു. അതിലൂടെ ജീവിക്കുന്ന ദൈവത്തെ കാണുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയൊരു വിടുതലായി തീരും. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ ദൈവദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, എന്തോ ഉണ്ട്? കർത്താവിലെ സന്തോഷമായിരിക്കുന്നുവല്ലോ, ഇല്ലയോ? കർത്താവ് കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ ജീവിതത്തിലെ കർത്താവ് നടത്തിയതായ വിധങ്ങൾ, വഴികൾ, കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങൾ, വഴികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് ദേവദാസി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ നമുക്ക് കേൾക്കാം. അതിലേക്കൊക്കെ കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയപ്പാ. ഹല്ലേലൂയ. അതിൻ്റെ ദാസ്യ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങയെ കണ്ടുമുട്ടിയതും അങ്ങയുടേതായ ഹല്ലേലൂയ മഹത്വമേറിയ ഒരു സാക്ഷ്യം കർത്താവെ പ്രസ്താവിപ്പാനുള്ള എല്ലാ കൃപയും പരിശുദ്ധ കർത്താവ് കൊടുക്കണം. വായോടും നാവോടും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ കർത്താവെ ദൈവം നടത്തിയ വഴികളെ പറയുവാൻ ദൈവം സഹായിക്കണമേ. കേൾവിക്കാർക്ക് ഒരു വലിയ വിടുതലായി തീരട്ടെ കർത്താവെ. ഈ സാക്ഷ്യത്തിലൂടെ അങ്ങയുടെ നാമം ഉയരപ്പെടുവാനിടയാക്കട്ടെ. സമ്പൂർണ്ണമായ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്റർ, ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ദുബായിൽ അജ്മാൻ എന്ന സ്ഥലത്ത് നിന്നാണ്, എൻ്റെ മകളുടെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. മകളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങളെ ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ടോ. എനിക്ക് ഹസ്ബൻഡും രണ്ട് പെൺമക്കളാണ്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും കുടുംബസ്ഥരായിരിക്കുന്നു. രണ്ട് കൊച്ചുമക്കളും എനിക്കുണ്ട്. കൃപയാൽ എല്ലാവരും മൂത്ത പൈതൽ ബോംബെയുടെ പ്രദേശത്ത് കുടുംബമായിരിക്കുന്നു. ഇളയ പൈതൽ ഹസ്ബൻഡും അവരിരുവരും അജ്മാൻ എന്ന പ്രദേശത്ത് കർത്താവ് ജോലിയിലായിരിക്കുന്നു. കുഞ്ഞു പൈതൽ ആൺപൈതലാണ്, അവനും ഇവിടെ ഉണ്ട്. എന്റെ പ്രിയ ഹസ്ബൻഡുണ്ട്. സന്തോഷമായി. ഓക്കെ ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇനിയും കർത്താവ് നടത്തിയ വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ളതായ സമയമാണ്. അത് ഞാൻ സിസ്റ്ററിനായിട്ട് നൽകിത്തരുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. താങ്ക് യു. കർത്താവിന്റെ തിരുനാമം മഹത്വം എടുക്കട്ടെ. ഇന്ന് ഈ പകൽ സമയത്ത് ജോയ്സ്മായുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരമൊരുക്കുമ്പോർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതിനുപാധിയായി പ്രിയ അമ്മമ്മയ്ക്കും ദൈവനാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിലും അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ അനേക കഷ്ടങ്ങളിലൂടെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഇടയായത്. എൻ്റെ കുഞ്ഞുനാളിൽ ഒരു ആശാരി കുടുംബത്തിൽ 9 മക്കളിൽ 5ാമത്തെ പെൺകുട്ടിയായി ദൈവം എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കൊല്ലം ഡിസ്ട്രിക്ട്, കേരളത്തിലെ കൊല്ലം ഡിസ്ട്രിക്ട് പുനലൂർ എന്ന സ്ഥലത്ത് ഇളമ്പൽ എന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ഞാൻ എൻ്റെ പിതാവിന് ഒത്തിരി കഷ്ടങ്ങൾ എൻ്റെ പിതാവ് അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിലെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം മാതാവ് ഒരു മാനസിക രോഗിയായിരുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു. 9 മക്കളെ പോറ്റി പുലർത്തുവാൻ എൻ്റെ പിതാവ് വളരെ കഷ്ടങ്ങൾ സഹിക്കുന്ന ഒരു കാഴ്ച കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിലൊരു അസമാധാനത്തിൻ്റെ അവസ്ഥയായിരുന്നു. കാരണം അമ്മയുടെ പ്രതികൂലമായ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെ ആയ അവസ്ഥകളിലുള്ള പ്രശ്നങ്ങളും
എൻ്റെ പിതാവ് തൻ്റെ മക്കളെ പുലർത്തുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെയും കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർക്കുവാനുണ്ട്. കാരണം സ്കൂളിൽ ടീച്ചർമാർക്ക് ഞാനൊരു കനലുണ്ണി തന്നെയായിരുന്നു. കാരണം നന്നായി പഠിക്കുകയും പാടുകയും സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. എല്ലാത്തിലും നല്ല മാർഗോടുകൂടി ഞാൻ മുമ്പോട്ട് വന്നിരുന്നു. എന്നാൽ സാമ്പത്തികമായുള്ള അവസ്ഥയിൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളായതുകൊണ്ട് പല കാര്യങ്ങളിലും എന്നെ പുറകോട്ട് മാറ്റി നിർത്തുന്ന അവസ്ഥ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് അനുഭവിച്ചു. സ്കൂളിൽ ആ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അല്പ സ്നേഹത്തിന് വേണ്ടി ഞാൻ കുഞ്ഞിലേ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ സ്നേഹം എനിക്ക് എൻ്റെ നിന്നോ അല്ലെങ്കിൽ പിതാവിൽ നിന്നോ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നോ ഞാൻ ആഗ്രഹിച്ച ഒരു സ്നേഹം എനിക്ക് ലഭിച്ചില്ല. കാരണം വളരെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു വീടിന്റെ അകത്തളങ്ങളിലൊക്കെ. അപ്പോൾ തന്നെ ദൈവമേ എന്ന് വിളിക്കുന്നത്, കൊച്ചിലെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ദൈവമേ എന്ന് വെച്ചാൽ ഏത് ദൈവത്തെ വിളിച്ചാൽ സമാധാനം കിട്ടും അല്ലെങ്കിൽ സന്തോഷം കിട്ടുമെന്നൊക്കെ കൊച്ചിലെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വട്ടത്തുമുള്ള കുടുംബ വ്യക്തികളെയൊക്കെ ഞാൻ നോക്കുമ്പോൾ എല്ലാ വീട്ടിലും അസമാധാനത്തിന്റെ അവസ്ഥകളും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് കുടുംബത്തിന്റെ പ്രത്യേകത ഞാൻ കൊച്ചുനാളിലേ ശ്രദ്ധിച്ചിരുന്നു. അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയായ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ വീടായിരുന്നു അത്. പലപ്പോഴും എൻ്റെ വീട്ടിൻ്റെ അസമാധാന നിമിത്തം പലപ്പോഴും ആ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ മാതാപിതാക്കൾ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളപ്പോൾ തന്നെ ഒരു പാസ്റ്ററും ഒരു അമ്മച്ചിയുമായിരുന്നു. അപ്പോൾ അവര് എന്നെ വളരെ സ്നേഹിക്കുകയും എന്നെ വിളിച്ച് അടുത്തിരുത്തി, മോളെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ തന്നെ ആ കൂട്ടുകാരിയുമായി അടുത്തുള്ള പെന്തക്കോസ്ത് പള്ളിയിൽ ആ കൂട്ടുകാരി എന്നെ കൊണ്ടുപോകുമായിരുന്നു. കൊച്ചിലെ 2ലും 3ലും പഠിക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ പള്ളിയിലെ ഒരു മീറ്റിങ്ങിൽ ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു ദൈവദാസി അവിടെ സാക്ഷ്യം പറയുന്നത് കേൾക്കുവാനിടയായി. അപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത്, ദൈവമേ ഇതുപോലെ നിന്നൊന്ന് സാക്ഷ്യം പറയാൻ എന്നെയും കൂടെ ഈ പള്ളിയിൽ ഉപയോഗിക്കണമേ എന്ന് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇങ്ങനൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ മാതാപിതാക്കൾ പറഞ്ഞു, മോളെ വലുതാകുമ്പോഴേ പറ്റത്തുള്ളൂ, കൊച്ചിലെ മോള് ഈ ഒരു അനുഭവത്തിൽ വന്നെങ്കിലേ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് ആ മാതാപിതാക്കൾ പറയുമായിരുന്നു. ആ പിതാവ് ഇന്ന് പാസ്റ്ററായിരുന്നു, മരിച്ചു പോയി. എങ്കിലും ദൈവം ഇന്ന് എന്നോട് അത് ഓർപ്പിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഹൃദയത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞാൻ നിനക്ക് തരും, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കുമെന്ന് പിന്നത്തേത് ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തീർന്നു. കാരണം ഇന്ന് അനേക സ്റ്റേജുകളിൽ സാക്ഷിയായി, അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായി, അനേക ചർച്ചുകളിൽ കർത്താവിൻ്റെ സാക്ഷിയായി ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. ഇന്ന് ഈ TV-യിലൂടെയും അതായത് ഈ ചാനലിലൂടെയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ അങ്ങനെ ഒരു അവസരം വന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ വളർന്നു വന്നു. എന്നാൽ എനിക്ക് ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഇഷ്ടമായിരുന്നു, അവരെ ഇഷ്ടമായിരുന്നെങ്കിലും മാലയും കമ്മലും ഒന്നും ഇടാതെ നടക്കുന്ന എനിക്കിഷ്ടമല്ലായിരുന്നു. കാരണം കുഞ്ഞിലെ അതായത് വീട്ടിലുള്ള കരി എടുത്ത് കണ്ണു എഴുതി ഒട്ടും തൊട്ട് ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. മാലയും കമ്മലും ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടത്തുന്നതിലായിരുന്നു ഇഷ്ടം. പക്ഷേ അവരുടെ സമാധാനം എന്നെ അന്നേ എൻ്റെ ഹൃദയത്തിലേക്ക് ടച്ച് ചെയ്തിരുന്നു. ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ മാതാവിനോടും പിതാവിനോടും ഏത് കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്ന കഷ്ടത പറയുമ്പോഴും അവരെനിക്ക് വേണ്ടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. എന്നാൽ പാടാനും പഠിക്കുവാനും സ്പോർട്സിനും ആർട്സിനും ഒക്കെ ബഹുമിടിക്കായി വളർന്നു വന്നെങ്കിലും 10ാം ക്ലാസ് SSLC-യിൽ ഞാൻ ഫെയിലായി. കാരണം ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വളർന്നു വന്നു. ഈ സമയത്ത് തന്നെ പറയട്ടെ, വളരെ കഷ്ടതയുടെ നാളുകളായിരുന്നപ്പോൾ എൻ്റെ മൂത്ത 2 ജ്യേഷ്ഠത്തിമാരുടെ വിവാഹപ്രായം കഴിഞ്ഞുവെങ്കിലും എൻ്റെ പിതാവിൻ്റെ സാമ്പത്തികമായ അവസ്ഥകൾ കൊണ്ട് വളരെ പരിതാപകരമായ ഒരവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കളും എൻ്റെ അപ്പൻ്റെ ബന്ധുക്കളും അമ്മയുടെ ബന്ധുക്കളുമെല്ലാം ഞങ്ങളെ ഒരുമാതിരി ഒത്തിരി തഴഞ്ഞു കളഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. ഈ മാനസിക രോഗിയായ മാതാവിൻ്റെ മക്കളെ ആര് വിവാഹം ചെയ്യുമെന്ന് പോലും അവർ പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ആരോടൊന്നും പ്രതികരിക്കായിരുന്നു.
പ്രതികരിക്കാത്ത ഒരു അനുഭവമായിരുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് എനിക്ക് പറയുവാൻ ഒത്തിരിയുണ്ട്. കാരണം ഒരു അയൽപക്കത്തെ സ്ഥലത്ത് വീഴുന്ന ഒരു മാമ്പഴം പോലും എടുക്കാൻ ചെല്ലുമ്പോൾ അത് എടുക്കരുത്, അത് തെറ്റാണ് മോളെ എന്ന് പറഞ്ഞു തരുന്ന ഒരു പിതാവ്. അത് മാത്രമല്ല, ഞങ്ങളെ നല്ല ശീലത്തിൽ വളർത്തി പഠിപ്പിക്കുവാൻ ദൈവം പിതാവിനെ സഹായിച്ചു. സാമ്പത്തികമായി ഇല്ലെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞു തരുന്ന ഒരു പിതാവായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി തീർന്നു. എന്നാൽ SSLC ഫെയിലായി കഴിഞ്ഞ് രണ്ടാമത് പഠിപ്പിക്കുവാനുള്ള നിർവാഹമില്ലാതെ ആയപ്പോഴും കോളേജിൽ നിന്ന് എൻ്റെ അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ ഇതുപോലെ കോളേജിൽ ഒരു അതായത് അവിടെ ഒരു അഡ്മിഷൻ എനിക്ക് തരപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ കോളേജിലേക്ക് പോയി. അപ്പോൾ സ്കൂളിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്നേഹം എനിക്ക് ലഭിച്ചില്ല. കോളേജിൽ കടന്നു പോയപ്പോഴും NCC, NSS അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ, പിന്നെ അപ്പോൾ തന്നെ SFIയുടെ പത്താം ക്ലാസ് രണ്ടാമത് എഴുതി ജയിച്ചോ? 10ാം ക്ലാസ് രണ്ടാമത് എഴുതി ജയിച്ചു കഴിഞ്ഞാണ് കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ കോളേജിൽ പോയി അവിടെ പാർട്ടിപരമായി ഞാൻ മുന്നേറുവാൻ തുടങ്ങി. കാരണം ഇൻകിലാബ് സിദ്ധാബ വിളിച്ച് കോളേജിലും ഒക്കെ യൂണിറ്റ്, അതായത് SFIയുടെ മ്യൂസിക് യൂണിറ്റ് സെക്രട്ടറിയായി ഞാൻ മാറുവാനിടയായി. അവിടെയും എല്ലാവരെയും ഞാൻ ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവം, കുഞ്ഞിലെ മറ്റുള്ളവരോട് സന്തോഷത്തോടെ പെരുമാറുന്ന, ചിരിപ്പിക്കുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഒരു മാത്രമല്ല, അതിന് ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഠിപ്പിച്ച അധ്യാപകർ, കുഞ്ഞിലെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു: ഒന്നുകിൽ നീ ഒരു പഞ്ചായത്ത് മെമ്പറാകും, അല്ലെങ്കിൽ നീ ഒരു ടീച്ചറാകുമെന്ന് കുഞ്ഞിലെ അധ്യാപകർ എന്നെ കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, വളരെ അതായത് ഒരു ബുദ്ധിമതിയാണെങ്കിലും എല്ലാവരോടും വഴക്കിടുന്ന ഒരു സ്വഭാവവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകർ എന്നെ പിടിച്ച് അടിക്കുമായിരുന്നു. അടിച്ചിട്ട് പിന്നെ അധ്യാപകർ എന്നെ ചേർത്ത് നിർത്തിയിട്ട് അവർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞിലേ അവരെന്നെ ഉപദേശിക്കുകയും അവർക്കറിയാമായിരുന്നു എൻ്റെ സ്വഭാവത്തിൻ്റെ അവസ്ഥ, വീടിൻ്റെ സാഹചര്യം പലപ്പോഴും എന്നെ ഒരു പ്രകോപിതയായ ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഞാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് ആ അധ്യാപകർ പറഞ്ഞ വാക്ക് പിന്നത്തേതിൽ ഈ ഒരു അനുഭവത്തിലേക്ക്, ദൈവികമായ അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം നന്നായി സംസാരിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ പഴങ്കഥകൾ, അതായത് കുഞ്ഞിലെ ബാലരമകളും അങ്ങനെയുള്ള കുട്ടിക്കഥകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എപ്പോഴും വായനാശീലം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രൈസ് സ്കൂളിൽ വാങ്ങിക്കുമ്പോൾ, എന്നെ സ്റ്റേജിൽ പിടിച്ചു നിർത്തുമ്പോൾ ഞാൻ ഇന്നും വേദനയോട് ഓർക്കും. ഒരു നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയിലും അധ്യാപകരും അല്ലെങ്കിൽ പ്രധാന അധ്യാപകരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ നിർത്തിയിരിക്കുന്ന അതൊക്കെ എൻ്റെ മനസ്സിൽ പലപ്പോഴും കടന്നു വരും. ഒരു നിരാശ എന്നെ പലപ്പോഴും മൂടിയെങ്കിലും ഒരു വലിയ ഉത്സാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തോ നേടാമെന്നുള്ള ഒരു പ്രതീക്ഷ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് കോളേജ് കലാലയത്തിലും ഇങ്ങനെ ഒരു പാർട്ടി പ്രവർത്തന മേഖലകളിൽ പോകുവാൻ എന്നെ സഹായിച്ചത്. അങ്ങനെ ആയിരുന്നപ്പോഴും 2 വർഷം അതായത് പഠിച്ചുകൊണ്ടിരുന്ന, അതായത് ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ മെയിൻ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നന്നായിട്ട് അതായത് ഹിസ്റ്ററി ഗ്രഹിച്ച് അതിൽ പഠിച്ച് ജയിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇംഗ്ലീഷിൽ ഞാൻ ഫെയിലായി. അവിടെ എനിക്ക് തോൽവി വന്നു. പിന്നെ എന്നെ ട്യൂഷന് വിടാൻ അല്ലെങ്കിൽ തുടർന്ന് പഠിപ്പിക്കുവാൻ എൻ്റെ പിതാവിന് സാഹചര്യമില്ലായിരുന്നു. അപ്പോൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂത്ത 2 സഹോദരിമാരുടെ വിവാഹം ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുവാനിടയായി. മനുഷ്യർ വിധി പറഞ്ഞ സാഹചര്യത്തിൽ മൂത്ത 2 ചേച്ചിമാരുടെയും വിവാഹം നടക്കുവാനിടയായി. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇളയവരുടെയും എല്ലാവരുടെയും പ്രതിസന്ധികൾ കണ്ടിട്ട് ഈ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച ചേച്ചിമാർ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് തുടർന്ന് പഠിക്കുവാനും നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ വളരെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ അവിടെ അടുത്തുള്ള കുട്ടികളെയൊക്കെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങി.
അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, അല്പ സ്നേഹത്തിന് വേണ്ടി സ്കൂളിൽ ആഗ്രഹിച്ചു, വീട്ടിൽ ആഗ്രഹിച്ചു, കോളേജ് ക്യാമ്പസിൽ ആഗ്രഹിച്ചു. പക്ഷെ അവരുടെയൊക്കെ സ്നേഹവും മനുഷ്യനോടുള്ള മാനുഷിക ജഡത്തിന്റെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്നാൽ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിമാരുടെയൊക്കെ സന്തോഷകരമായ ജീവിതം കണ്ടപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ആ സ്നേഹം എനിക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായി. അങ്ങനെ 10-18 കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ ഒരു ട്യൂഷൻ പഠിപ്പിക്കുവാൻ പോയപ്പോൾ ആ വീട് പണിയുവാൻ അതിൻ്റെതായ ആ വീടിന്റെ പുതിയ വീട് പണിയുവാൻ വന്ന വ്യക്തി എന്നെ കാണുകയും ആ വീട്ടുകാര് ഈ വിവാഹം എൻ്റെ വിവാഹം ആലോചിക്കുവാനിടയായി തീർന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ള ഒരു ചിന്ത കൊണ്ടും സ്നേഹത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടും ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കുവാനിടയായി. അങ്ങനെ 1 രൂപ പോലും സ്ത്രീധനമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ വിവാഹം കഴിച്ചു. എന്നാൽ പറയട്ടെ, 14 വയസ്സ് മുതൽ മദ്യപാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. കാരണം അതും ഇതുപോലെ വളരെ പ്രാരാബ്ധമടങ്ങിയ ഒരു കുടുംബത്തില് ഏറ്റവും ഇളയ വ്യക്തിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും വല്ലാത്ത ഒരു പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ എൻ്റെ കുഞ്ഞിലേ മുതൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഒരു മേശിരിയാണ്, അതായത് ഈ വീട് കെട്ടിടം പണിയുന്ന മേശിരിയായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരന് പണി പഠിപ്പിച്ചത്, അതായത് ജോലി പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ വാങ്ങിക്കൊടുക്കുന്നത്, ജോലിക്ക് കൂലിയായി കൊടുക്കുന്നത് മദ്യം. അതുകൊണ്ട് കുഞ്ഞുനാളി മുതലേ ഈ വ്യക്തി മദ്യപാനിയായി മാറുവാനിടയായി. പക്ഷെ നന്നായി അധ്വാനിക്കുന്ന വ്യക്തിയായിരുന്നു. മാതാപിതാക്കളെ പുലർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ മൂത്ത സഹോദരങ്ങളും ചേട്ടനും ചേച്ചിമാരും ഒക്കെ വിവാഹം കഴിച്ചു പോയപ്പോഴും തൻ്റെ മാതാപിതാക്കളെ നോക്കുന്നതിന് വേണ്ടി ആനയുടെ പുറത്ത് കയറി ആനയെ നോക്കുന്ന പണി വരെ എൻ്റെ പ്രിയപ്പെട്ടവൻ ചെയ്യുമായിരുന്നു. കാരണം ജീവിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ നന്നായി മദ്യപിക്കുന്ന വ്യക്തിയുമായിരുന്നു. അതൊന്നും അറിയാതെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത്. എനിക്ക് അല്പസ്നേഹത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ആ വിവാഹത്തിന് സമ്മതിക്കുകയും എന്നെ വിവാഹം കഴിച്ച് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. എരുതിയിൽ നിന്ന് വറചട്ടിയുടെ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അവിടെ കടന്നു എന്നപ്പോഴും. എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള മിക്കവാറും പുരുഷന്മാരും മക്കളും മരുമക്കളും പിതാവും എല്ലാവരും മദ്യപിക്കുന്നവരായിരുന്നു. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ആ രാത്രി ഒഴിച്ച് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും എനിക്ക് വേദനയോട് ഓർക്കുവാൻ കഴിയും. മദ്യപാനത്തിന്റെ അവസ്ഥ വിട്ടിട്ട് ഓണവും, അതായത് ഈ ലോകത്തിലെ ഉത്സവം ഓണമൊക്കെ ആഘോഷിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം പോലും എൻ്റെ ഭർത്താവ് വീട്ടിൽ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായി തീർന്നു. അപ്പോൾ രാത്രിയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, വീട്ടിനകത്ത് റൂമിൽ അടച്ചിട്ട മുറിയിൽ രാത്രിയിൽ ഞാൻ ഡയറി എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, ഞാൻ ആഗ്രഹിച്ച ഒരു സ്നേഹം എനിക്കിന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞാൻ രാത്രിയിൽ 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കരയുമായിരുന്നു. കരയും മാത്രമല്ല, എൻ്റെ ജീവിതം ഇതാണോ, ഇതുകൊണ്ട് ഇങ്ങനെ അവസാനിക്കുമോ എന്ന് ഞാൻ വളരെ വേദനയോടെ കരയുന്ന രാത്രികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാലും സുബോധം വരുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വളരെ സ്നേഹിക്കുകയും ചെയ്തു. മാത്രമല്ല എൻ്റെ സംസാരം വളരെ ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. ആ ഒരു അവസ്ഥയിൽ എന്നെ വളരെ സ്നേഹിക്കുകയും ചെയ്തു. പകലിതൊന്നും അറിയത്തില്ല, പക്ഷെ രാത്രിയാകുമ്പോൾ വേറൊരു മൈൻഡിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതെനിക്ക് താങ്ങുവാൻ കഴിയില്ല. ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഗർഭിണിയായി തീർന്നു. അതായത് എനിക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും ഒരു വ്യത്യാസവും വന്നില്ല. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടായി. ഈ പെൺകുഞ്ഞിന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെൺകുഞ്ഞിനൊരു 6 മാസമായപ്പോഴത്തേക്ക് സ്ത്രീധനം തരാത്തതിൻ്റെ പേരിൽ ഇളയ പെങ്ങൾക്ക് വീട് എഴുതി കൊടുക്കേണ്ടത് കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഒരു കെട്ട് തുണിയുമായി എൻ്റെ ഭർത്താവുമായി ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ വേദനയോടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് ഒരു വാടക വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. അപ്പോൾ കുഞ്ഞിന് വളരെ പ്രതിസന്ധികൾ അന്നും ആ ജീവിതത്തിലുണ്ട്. പകൽ മുഴുവൻ അധ്വാനിക്കുമെങ്കിലും ഒന്നും മിച്ചമില്ലാത്ത
ഇല്ലാത്ത അവസ്ഥ. മാത്രമല്ല വളരെ കൂട്ടുകാരുള്ള ഒരു വ്യക്തിയുമായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് വളരെ മാനസികമായ പീഡകൾ ഞാൻ അനുഭവിച്ചിരുന്നു. അങ്ങനെ വാടകയ്ക്ക് താമസിച്ചപ്പോൾ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവനോട്, നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും പോകാം, അല്ലെങ്കിൽ അണ്ണൻ എങ്ങനെയെങ്കിലും പോയി ഒന്ന് രക്ഷപ്പെടുക, ഗൾഫിലേക്കൊക്കെ ഒന്ന് പോകുക, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ വ്യക്തമായി എന്നോട് ഇങ്ങനെ വ്യക്തമായി പറയുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വളരെ ഭാരത്തോടെ അവിടെ ആയിരുന്നു. എന്നാൽ കുഞ്ഞിലേ മുതൽ ദൈവികമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ അടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട്ടിലും ഒരു പിതാവ് അവിടെ അന്ന് കടന്നു വന്നിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പാസ്റ്റർ അവിടെ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ആ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എൻ്റെ കയ്യിൽ രാവിലെ മീൻ വാങ്ങിക്കുവാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു 5 രൂപ തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ആ പിതാവിന് ഞാൻ ആ 5 രൂപ കൊടുത്തിട്ട് ആ പിതാവിനോട് പറഞ്ഞു, കാരണം കുഞ്ഞിലേ എൻ്റെ ജീവിതത്തില് പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും ദൈവസ്നേഹമുള്ളത് കൊണ്ടും ദൈവത്തെ ഭയമുള്ളത് കൊണ്ടും ഞാൻ അത് വിശ്വസിച്ചിരുന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചൻ ആ പൈസ കൊടുത്തിട്ട് അദ്ദേഹം അത് വാങ്ങിച്ച് സന്തോഷത്തോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവൻ മടങ്ങി വന്നപ്പോൾ വളരെ സന്തോഷവാനായി അദ്ദേഹം മടങ്ങി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അന്ന് ജോലി ഇല്ലായിരുന്നു, അങ്ങനെ മീൻ വാങ്ങിക്കാൻ തന്ന പൈസയായിരുന്നു അത്. അപ്പോൾ ജോലി ഇല്ലായിരുന്നത് കൊണ്ട് തിരിച്ചു മടങ്ങി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കിണറിന് സ്ഥാനം കാണുവാൻ പോകേണ്ടി വന്നു, അതുകൊണ്ട് ആ കിണർ സ്ഥാനം കണ്ടപ്പോൾ എനിക്ക് 10 രൂപ ലഭിക്കുവാനിടയായെന്ന് പറയുവാനിടയായി. ഞാൻ ആ പിതാവിന് 2 രൂപ എൻ്റെ കയ്യിലിരുന്ന് 5 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് 10 രൂപ അദ്ദേഹം ജോലി ഇല്ലായിരുന്ന സ്ഥാനത്ത് കൊടുത്തപ്പോൾ എനിക്ക് ഇന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസന്നിധിയിൽ കൊടുക്കുന്നതിനൊക്കെ വിലയുണ്ടെന്ന്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആ കുഞ്ഞിലെ യേശുവിനെ അറിയാത്ത സമയത്ത് തന്നെ എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആയിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് ഗൾഫിൽ പോകാൻ ഒരു ചാൻസ് ലഭിക്കുവാനിടയായി. അപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ പെൺകുഞ്ഞായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യത്തെ പെൺകുഞ്ഞായതുകൊണ്ട് ആൺകുഞ്ഞാവാൻ വേണ്ടി അമ്പലത്തിൽ നേർച്ച കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഗൾഫിലേക്ക് 43,000 രൂപ കടപ്പെടുത്തി ഗൾഫിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. ആ സമയത്തൊക്കെ ഞാൻ അമ്പലത്തിൽ എല്ലാ മാസവും പോയി നേർച്ച കാഴ്ചകൾ പൊന്നു കൊടുത്തേക്കാം എന്നുള്ള ആ ഒരു നേർച്ച കാഴ്ച നടത്തിയിട്ട് പോകുമായിരുന്നു. എല്ലാ ആഴ്ചയിലും അമ്പലങ്ങളിൽ ഇങ്ങനെ മാറി മാറി സന്ദർശിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇദ്ദേഹം ഗൾഫിന്റെ പ്രദേശത്ത് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അറബി ശമ്പളം കൊടുക്കാതെയായി, അവിടെ വളരെ പ്രതിസന്ധിയായി, വളരെ പ്രതികൂലത്തിന്റെ സാഹചര്യമായിട്ട് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലെ വരുവാനിടയായി. ഈ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ പിതാവ് ഒന്ന് പ്രാർത്ഥിച്ച അന്നു മുതൽ യേശുപ്പച്ചനോടും സ്തോത്രം ചെയ്യുവാൻ അറിയുന്നില്ലെങ്കിലും ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അതായത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. അവിടെ ആയിരുന്നപ്പോൾ വീണ്ടും ഡേറ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ എന്നെ എൻ്റെ ആങ്ങളെ കൊണ്ട് അഡ്മിറ്റ് ആക്കി. ആ സമയത്ത് ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചിത്രേ, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് 2 മണിക്കൂറോളമേ ഉള്ളൂ ചലനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നു. മാത്രമല്ല നിനക്ക് ഈ കുഞ്ഞിന് ചലനം നഷ്ടപ്പെടുന്നു, മാത്രമല്ല യൂട്രസ് ചുരുങ്ങിയിരിക്കുന്നു, അത് വികാസം വരില്ലെങ്കിൽ ഓപ്പറേഷൻ വരുമെന്ന് അവർ എന്നെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറയുവാനിടയായി. പെട്ടെന്ന് ഞാൻ വളരെ ടയേർഡായി, വളരെ മാനസികമായി തകർന്നു. കാരണം ഗൾഫിന്റെ പ്രദേശത്ത് ഭർത്താവ് ജോലിയുടെ കാര്യത്തിൽ വളരെ വേദനയോടെ ആയിരിക്കുന്നു, അറബി ശമ്പളം കൊടുക്കാതെ ആയിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള നിലവിളിയോടെ ഞാൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഡോക്ടർ എന്നോട് ഇത് പറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് കടന്നുപോയി. പെട്ടെന്ന് ഞാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ആ റൂം മുഴുവൻ ഇങ്ങനെ നോക്കി. പെട്ടെന്ന്
പെട്ടെന്ന് കാണാം ആ റൂമിന്റെ ഭിത്തിയിൽ, അതായത് ഒരു പാരമ്പര്യ യാക്കോബ കുടുംബത്തിന്റെ ഹോസ്പിറ്റലായിരുന്നു, യാക്കോബ പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ ഒരു ഹോസ്പിറ്റലായിരുന്നു, അതായത് പുനലൂർ ജയഭാരതം ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ ഭിത്തിയിൽ ഒരു വാക്യം എഴുതി വെച്ചിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. പറയട്ടെ, ആ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൽ നാളിലത്തെ ആ അവസ്ഥ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ പലതും എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്നു. മാത്രമല്ല, കുഞ്ഞുനാളിൽ ഒന്നുകൂടി ഇറങ്ങി പറയട്ടെ, തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ചെറു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകം പലപ്പോഴും വായിക്കുമ്പോൾ ആ തമ്പിയുടെ ഹൃദയത്തിൽ വരുന്ന മാറ്റങ്ങളും തമ്പി ആരായിരുന്നു എന്നും അതിനകത്തൂടെ കാണുന്ന പടങ്ങളും ഒക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ആ സമയം തന്നെ ഞാൻ ഈ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചു കിടന്നിട്ട് ഈ വാക്യം ഞാൻ ആവർത്തിച്ച് വായിക്കുവാൻ ആവർത്തിച്ച് പറയുവാൻ തുടങ്ങി. പറഞ്ഞ് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ യേശോപ്പാ എന്നൊരു വിളി വിളിച്ച്, ഇന്നും എനിക്കത് മറക്കുവാൻ കഴിയില്ല. യേശോപ്പാ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വളരെ ശക്തിയോടെ നിലവിളിച്ചു. പെട്ടെന്ന് ആ ഹോസ്പിറ്റലിനുള്ളിലെ റൂമില് ഒരു പ്രകാശം വരുന്നു, എന്റെ ബോധം അറിയുന്നത് പോലെ പെട്ടെന്ന് തോന്നിയിട്ട് ഒരു ശബ്ദം ഞാൻ ആ ലേബർ റൂമിൽ വെച്ച് കേൾക്കുകയാണ്, അതേ മകളെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പെട്ടെന്ന് ആ പ്രകാശം എന്നെ സ്പർശിക്കുവാനിടയായി. നമുക്ക് ഏവർക്കും അറിയാവുന്നല്ലോ, കർത്താവായ യേശു ക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുവാൻ കർത്താവിന്റെ ഇമ്പശബ്ദം അവിടെ ഞാൻ കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു വഴിയാണ്. ഭൂമിയിൽ 2 വഴിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യമായ രക്ഷ പ്രാപിക്കുന്ന വഴിയും പാപത്തിന്റെ കരാളഹസ്തത്തിൽ അകപ്പെട്ട് നാശത്തിലേക്ക് പോകുന്ന വഴിയും. 2, കർത്താവായ യേശു ക്രിസ്തു സത്യ ദൈവമെന്ന് വ്യക്തമായി ഈ ലോകത്തുള്ള സകല മാനവരാശിയെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി കടന്നു വന്ന ദൈവമാണെന്ന് വ്യക്തമായി സകല മനുഷ്യർക്കും അറിയാമെന്നുള്ളത് തെളിവാണല്ലോ ഈ നാളുകളിൽ. മാത്രമല്ല, നിത്യജീവൻ ഏദനിൽ വെച്ച് ദൈവം ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യനായി നിർത്തിയതിന്റെ പിന്നിൽ ദൈവം തന്ന ആ ശ്വാസം തിരിച്ച് ദൈവസന്നിധിയിൽ എത്തുവാനുള്ള ഏക വഴിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ വാക്യം പെട്ടെന്ന് 2-3 പ്രാവശ്യം ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്ന്, ഞങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് ഈ ദൈവം വരുവാൻ ഒരു സ്ഥലമുണ്ട്, ദൈവത്തിന് സംസാരിക്കുവാൻ ഒരു സ്ഥലമുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ പോയെങ്കിലേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഈ ഒരു സ്ഥലത്ത് ദൈവം വരുമോ എന്നുള്ള ചിന്ത വന്നിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഈ വൃത്തികെട്ട തറയിൽ കിടന്ന് നിന്നെ വിളിക്കാമോ? എന്റെ മനസ്സിൽ അങ്ങനെയാണ് വന്നത്. വൃത്തിഹീനമായ ലേബർ റൂമിൽ ഒരിക്കലും ദൈവം വരുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അത് പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ അടുത്ത വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ദൈവം ഓർപ്പിച്ചു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, പറയട്ടെ, മനുഷ്യന്റെ പുറമേയുള്ള വൃത്തിയും അല്ലെങ്കിൽ പുറമേയുള്ളതൊക്കെ അപ്രമേയമാകുമ്പോൾ അകപ്പം അറിയുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഏത് സാഹചര്യത്തിലും യേശുവേ എന്ന് നിലവിളിച്ചാൽ അവിടേക്ക് കടന്നു വരുന്ന ദൈവമാണെന്നുള്ളത് ദൈവം എന്നെ ഓർപ്പിച്ച ഒരു നിമിഷം ഇന്നും ഞാൻ ഓർക്കുന്നു. പെട്ടെന്ന് ആ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തരുവാനിടയായി. മാത്രമല്ല, ഹൃദയശുദ്ധിയുള്ളവർക്ക് അധര ലാവണ്യമുണ്ട്, രാജാവ് അവന്റെ സ്നേഹിതനെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നെ പെട്ടെന്ന് ഓർപ്പിക്കുവാനുണ്ട്. മനുഷ്യന്റെ പുറമെയുള്ള ശുദ്ധി ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നും ദൈവത്തിന്റെ കൃപയനുസരിച്ച് ദൈവഹിതപ്രകാരം വേദനയോടെ നിലവിളിച്ചാൽ ഏത് വിഷയത്തിന്മേലും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലും മറുപടി തരുന്ന ദൈവമുണ്ടെന്ന് അവിടെ വെച്ചാണ് ദൈവം എന്നെ ഓർപ്പിച്ചത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, യേശോപ്പാ, സർവ്വതും സമർപ്പിക്കുന്നു, ഇത് പ്രസവമാക്കി തരണമേ. ഇത്രമാത്രം ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഡോക്ടർ അകത്തേക്ക് കടന്നു വരികയും പെട്ടെന്ന് എന്റെ ഡെലിവറി കഴിയുവാനിടയായി. ആ ഒരു നിമിഷം തന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, വണ്ടർഫുൾ ചിത്രേ, അതിശയമായിരിക്കുന്നു എന്ന് പറയുവാനിടയായി. എന്താണ് അവരെങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഒരു നിമിഷം തന്നെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 49-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ മാൻപേടയെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ശബ്ദം, ജാലകളെ പിളർക്കുന്ന ശബ്ദം, ദേവദാരുക്കളെ തകർക്കുന്ന ശബ്ദം ആ ലേബർ റൂമിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഇറങ്ങി വരുവാനിടയായി തീർന്നോർത്ത്
ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആ നിമിഷം തന്നെ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞെന്തുവാണ്? അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, നീ വിഷമിക്കാനൊന്നുമില്ല, കുഞ്ഞിന് ജീവനുണ്ട്. പെട്ടെന്ന് കുഞ്ഞൊന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞാണോ ആൺകുഞ്ഞാണോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു പെൺകുഞ്ഞാണ്. അപ്പോൾ എന്റെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി. അമ്പലത്തിൽ നേർച്ച കഴിച്ചിട്ട് ആൺകുഞ്ഞാവാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവം എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു, യേശു കർത്താവാണ് എന്റെ കുഞ്ഞിന് ജീവൻ നൽകിയതെന്നും എന്റെ യേശുവാണ് എനിക്ക് അത്ഭുതം ചെയ്തെന്നും എന്റെ ഡെലിവറി നടക്കുവാൻ എന്റെ യേശു എന്നെ സഹായിച്ച ദൈവമെന്നും മതിയായവെന്നും അന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി. വളരെ സന്തോഷവതിയായി ഞാൻ ഹോസ്പിറ്റലിൽ വിടുവാനിടയായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുടുംബത്ത് വന്നിട്ട് വളരെ കഷ്ടങ്ങൾ വീണ്ടും വന്നു. ഇദ്ദേഹത്തിന് ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലി നഷ്ടപ്പെട്ടിട്ട് ഇലക്ട്രിക് ട്രെയിനിലൂടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ, അതായത് അറബി അറിയാതെ അക്കാമ നഷ്ടപ്പെട്ട് വളരെ പ്രതിസന്ധികൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുവാനിടയായി. എങ്കിലും എനിക്ക് വ്യക്തമായി അറിയാം, എൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ എന്നെ ആ സമയത്തൊക്കെ സഹായിക്കുകയും സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുവാനിടയായി. അതെന്റെ ജീവിതത്തിൽ വളരെ ആശ്വാസമായിരുന്നു. എന്നാൽ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും എന്നുള്ള ചിന്തയിൽ ഞാൻ ആയിരുന്നു. ആ സമയത്തൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് പുനലൂർ, അല്ല ഞങ്ങളുടെ പ്രദേശമായത് പുനലൂർ ടൗണിലുള്ള കല്ലടയാറ്റിൽ ചാകാൻ പോകണമെന്ന് എൻ്റെ ഉള്ളിൽ തീരുമാനമെടുത്തത് ഇന്ന് ഞാൻ ഓർക്കുന്നു. മാത്രമല്ല മുറിക്കകത്തിരുന്ന മണ്ണെണ്ണ എടുത്തു കുടിച്ച് മരിക്കാമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം വളരെ പ്രതിസന്ധി അതിനകത്ത്, മാതാവിൻ്റെ വിഷമാവസ്ഥകള്, കുഞ്ഞുങ്ങളെ പോറ്റുവാനുള്ള സാഹചര്യങ്ങള്, ഒരു ഉൾമുറിയുടെ അനുഭവത്തിൽ ഒരു ചെറിയ വീടാണല്ലോ, അതിനകത്ത് അത്രയും പേര് ഇടുങ്ങിയ ഒരു ജീവിതം, വല്ലാത്ത എവിടെ പോയാലും പ്രതിസന്ധി മാറുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് തുടർമാനമായി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ, പക്ഷെ ആ സമയത്തൊക്കെ ഒരു ശബ്ദം, ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ എന്നെ ആരോ തലോടുന്നത് പോലെയും ആശ്വസിപ്പിക്കുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എവിടുന്നോ എനിക്കൊരു ബൈബിള് കിട്ടി. അങ്ങനെ ബൈബിള് വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ യേശോപ്പച്ചനിൽ വിശ്വാസമായി കഴിഞ്ഞപ്പോൾ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് കുഞ്ഞുങ്ങളുമായി അപ്പോൾ എൻ്റെ ചേച്ചി, മൂത്ത ജ്യേഷ്ഠത്തി, അതായത് ചേട്ടന്റെ ഭാര്യ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവർ കടന്നു വന്ന് അവർ അടുത്തുള്ള പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അതിനു മുമ്പ് ഒന്നുകൂടി കയറി പറയട്ടെ, അതിന് മുമ്പ് ചേച്ചി ഇതുപോലെ അവിടെ അടുത്ത്, ഞങ്ങള് ഏകദേശം ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ, അവിടെ ചേച്ചി അതുപോലെ ധ്യാനത്തിന് പോകാൻ തുടങ്ങി. കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനത്തിന് പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ കറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ധ്യാനം ഉണ്ടായെന്ന് കേൾക്കുവാനിടയിൽ. അങ്ങനെ ചേച്ചി ധ്യാനത്തിനും, ആ ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ചേട്ടന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് കൂട്ടായും സഹായമായി നിന്നത്. എനിക്ക് ഒത്തിരി അവരുടെ വീട്ടിലായിരുന്നു കുറെ നാൾ നിന്നത്. അതുകൊണ്ട് ചേച്ചി എന്നോട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ചേച്ചിയും എന്നെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ ചേച്ചി എന്നോട് പറയും, ചിത്രേ നമുക്ക് ഒരുമിച്ച് ധ്യാനത്തിന് പോകാമെന്ന് പറയും. അങ്ങനെ വീട്ടിലെ അമ്മയുടെ ആ പ്രതിസന്ധി, സമാധാനമില്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ശനിയാഴ്ചകളിൽ കറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എൻ്റെ ചേച്ചിയുമായി ധ്യാനത്തിന് പോകുമായിരുന്നു. ഒരു കുഞ്ഞിനെ തോളിലും എടുത്ത് ഒരു കുഞ്ഞിനെ കയ്യിലും പിടിച്ചുകൊണ്ട് ഇന്നും ഞാൻ ജീപ്പിൽ കയറി യാത്ര ചെയ്യുന്നത് ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. അല്പസമാധാനത്തിന് വേണ്ടി, അല്പസ്നേഹത്തിന് വേണ്ടി, യേശുവിനെ കാണുവാൻ വേണ്ടി ഓടിപ്പോകുന്നത് ഇന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ആ കത്തോലിക്ക പള്ളിയിൽ ഞാൻ അവിടെ ചെന്ന് ധ്യാനത്തിനിരിക്കുമ്പോൾ നന്നായി പാടുന്നവളായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ കൊയറിലൊക്കെ എന്നെ അവിടെയുള്ള അച്ഛനും അവിടെയുള്ള ടീമൊക്കെ എന്നെ പാടുവാൻ നിർത്തുമായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് പാടി. മാത്രമല്ല, ഈ കുഞ്ഞിനെ രാവിലെ ഉറങ്ങുവാൻ വേണ്ടി അവൾ ഭയങ്കര വളരെ കുരുത്തക്കേട്, അതായത് വളരെ ഇങ്ങനെ വികൃതിയായിരുന്നു. അതുകൊണ്ട് അവളെ ഒരു മുട്ട പൊട്ടിച്ച് അവൾക്കത് പാലിൽ കലക്കി കൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അവൾ അങ്ങനെ ആ പുൾപിറ്റിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ യേശുവിനോട് കുമ്പിട്ട് മുട്ടുമേ നിന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വളരെ പ്രാർത്ഥിക്കുമായിരുന്നു. മാത്രമല്ല,
കൗൺസിലിംഗ് നടത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു. അച്ഛൻ കൗൺസിലിംഗ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യേശുപ്പച്ചനെയാണ് വിളിക്കുന്നത്, യേശുപ്പച്ചനെയാണ് എനിക്കിഷ്ടം. പക്ഷെ അച്ഛാ, എനിക്ക് യേശുപ്പച്ചനെ വിളിക്കുവാൻ എൻ്റെ അമ്മ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, മോളെ, അമ്മ കൃഷ്ണനെയും വിളിച്ചോട്ടെ, നീ യേശുവിനെയും വിളിക്ക്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തെ യേശുപ്പച്ചൻ ദൈവമാകുമ്പോൾ ഒരിക്കൽ പോലും അമ്മ അന്നേരം യേശുപ്പച്ചനിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നും യേശുപ്പച്ചനാണ് ആത്മാവിന്റെ രക്ഷ തരുന്നതെന്നും സ്വർഗരാജ്യം യേശുപ്പച്ചനിലൂടെ ആണോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അമ്മ അപ്പോൾ യേശുപ്പച്ചനെ വിളിച്ചില്ലെങ്കിൽ അമ്മ നശിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് ഞാനത് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയും, മോൾ അത്രയും ചിന്തിച്ചാൽ മതി, അതിനപ്പുറം ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയുവാനിടയായി. അതെന്റെ മനസ്സിലൊരു വളരെ ചിന്തിക്കുവാനിടയായി. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ആത്മാരക്ഷ ക്രിസ്തുവിലൂടെയാണെങ്കിൽ ഈ പള്ളിയിൽ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? പക്ഷേ അവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം വളരെ എന്നെ ചിന്തിപ്പിച്ചു. കത്തോലിക്കരുടെ ഭക്തി എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. സ്നേഹധനനായ ദൈവത്തിന്റെ നിർമ്മലമായ സ്നേഹം ആ അൾത്താരയിൽ, ആ പുൽപ്പിറ്റിലിരുന്ന് പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം സമാധാനമില്ലാതെ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ വളരെ സമാധാനം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഈ ഉത്തരം എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തോന്നുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇങ്ങനെ ധ്യാനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ഗൾഫിലെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുവാനിടയായി. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് എനിക്ക് തരുവാനിടയായി. എൻ്റെ ഓഹരി എന്നും പറഞ്ഞു. ആ ഓഹരി, ആ 5 സെന്റ് സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു മേസനായതുകൊണ്ട് ആ 5 സെന്റ് സ്ഥലത്ത് ഒരു ഷെഡ് വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഷെഡ് വെക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി കട്ടയറത്തു. എൻ്റെ പ്രിയപ്പെട്ടവൻ കട്ടയറത്ത് വെച്ചു. കട്ടയറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രതിസന്ധി വീണ്ടും വർദ്ധിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എവിടെ പോയാലും ശരിയാകാത്തത് നിന്റെ കയ്യിലിരിപ്പോണ്ട, നീ വലിയ യേശുവിനെ വിളിക്കുന്ന ആളല്ലേ, നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം എന്നോട് പറയുവാനിടയായി. പെട്ടെന്ന് അതെനിക്കൊരു വളരെ എൻ്റെ ഹൃദയത്തെ വളരെ ചലിപ്പിക്കുവാനിടയായി. പെട്ടെന്ന് ഞാൻ ഈ കട്ടയുടെ എല്ലാം പുറത്ത് വാഴയില നൂത്തിട്ടിട്ട് അതിന്റെ പുറത്ത് കൈവച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ദൈവമെങ്കില് ഈ കട്ട ഒന്നുപോലും പൊടിഞ്ഞു പോകാതെ എനിക്കൊരു വീടാക്കി തരണം യേശോപ്പാ എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായി. പെട്ടെന്ന് ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അത്ര മഴ ശക്തമായിട്ട് പെയ്തിട്ട് പോലും, വാഴയില പുറത്ത് വെച്ചിട്ട് പോലും ആ കട്ട ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. മുറിഞ്ഞ കട്ടകൾ വീടിന്റെ മറ്റുപയോഗങ്ങൾക്ക് ഉപയോഗിക്കുവാനിടയായി. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്നുള്ള, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുമെന്നുള്ള ദൈവിക വചനമാണ് അതെന്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ ദൈവം മനസ്സിലാക്കി തരുവാനിടയായി. പ്രിയമുള്ളവരെ, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഒരു പ്രാവശ്യം കൂടി അത് തെളിയിക്കുവാനിടയായി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനെ കട്ടയും അറുത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് വീട് പണിയുവാൻ തുടങ്ങി. 1.5 മാസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. കോരി അടിച്ച തറയില് പച്ചക്കട്ട ചരിച്ചു വെച്ച് കെട്ടിയപ്പോൾ ഓടും തടികളും എനിക്കൊരു സഹകരണ മനോഭാവം അടുത്തുള്ളവരുള്ളത് കൊണ്ട് മാത്രമല്ല, ഞാൻ എല്ലാവരെയും ട്യൂഷൻ പഠിപ്പിച്ച ആ വീടുകളിൽ നിന്നൊക്കെ അനേകർ സഹായിച്ചു. 1.5 മാസം കൊണ്ട് 2 മുറിയും ഒരു വരാന്തയും ഉള്ള ഒരു കൊച്ചോടിട്ട വീട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. എന്റെ ആദ്യത്തെ പ്രതിസന്ധി അതോടുകൂടി തീരുവാനിടയായി. 2 കുഞ്ഞുങ്ങളുമായി ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും അവിടെ താമസിക്കുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ വീണ്ടും ഞാൻ ഈ ധ്യാനത്തിനൊക്കെ പോകുവാനിടയായി. അപ്പോൾ തന്നെ അടുത്തുള്ള പ്രാർത്ഥനകൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എൻ്റെ ചേച്ചി ഇതിനിടയ്ക്ക് വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുവാനിടയായി. അപ്പോൾ തന്നെ ചേച്ചി എന്നോട് യേശുപ്പച്ചന്റെ യഥാർത്ഥ സത്യത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ പറയുവാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാർത്ഥനയ്ക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോഴും എനിക്ക് മാലയുണ്ട്, കമ്മലുണ്ട്, കൊലുസുണ്ട്, വലിയ പൊട്ട് നെറ്റിയിലുണ്ട്, മുകളിൽ ഇവിടെ ഒരു പൊട്ട്, അതായത് നെറ്റിയിലൊരു പൊട്ട്, നെറ്റിയുടെ മുകളിൽ ഒരു പൊട്ട്, അങ്ങനെ മൂക്കുത്തി, ഇതൊക്കെ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരുങ്ങി നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അത് എനിക്ക് ഉപേക്ഷിക്കുക, അതായത് കണ്ണെഴുതാതെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ പോലും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തോലിക്ക പള്ളിയിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പെന്തക്കോസ്തുകാരെ ആ ഒരു അനുഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരുടെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് കയറി ചെന്നപ്പോഴും എന്റെ
കൊലുസ് കിലുങ്ങുന്നത് കേട്ട് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ കുഞ്ഞുമായി അവിടെ കടന്നു ഇരുന്ന് അപ്പോൾ തന്നെ ഞാൻ യേശുപ്പാന്ന് ഉറക്കെ വിളിച്ചപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞ് യഥാർത്ഥമായ സത്യം ഇതാണ്, യേശുവിനെ കുറിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് ചേച്ചി വന്നു, അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ യേശു ഉണ്ട്, എന്റെ കൂടെ യേശു ഉണ്ട്. അതാണല്ലോ യേശു അപ്പച്ചൻ എന്നെ ലേബർ റൂമിൽ വെച്ച് വിടുവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയാലും യേശു അപ്പച്ചൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് വചനത്തോടും അദ്ദേഹത്തോടും ഞാൻ മറുപടിക്കുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, വീട്ടിലായിരുന്ന സമയത്ത് വീട് വെച്ച് കഴിഞ്ഞിട്ടും ഞാൻ പാസ്റ്റർമാരപ്പോൾ അടുത്തുള്ള പാസ്റ്റർമാരൊക്കെ, ചേച്ചിയുടെ പാസ്റ്റർ മാത്രമല്ല അനേക ദൈവദാസന്മാർ എന്റെ വീട്ടിൽ കടന്നു വരുവാനിടയായി. കാരണം ഞാൻ ഈ പള്ളിയിൽ പോകുന്ന അറിഞ്ഞുകൊണ്ട് ദൈവം അയക്കുന്ന ദൂതന്മാരായിരുന്നു. പക്ഷെ അവരോടൊക്കെ ഞാൻ മറുതലിച്ച് സംസാരിച്ചിട്ടുള്ളൂ. കാരണം യേശു എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പെന്തക്കോസ് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കയില്ലെന്ന് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി. അവരോട് വാശി പറയുമ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അവരെ ഞാൻ സ്നേഹിക്കും. വരുന്നവർക്കൊക്കെ എന്റെ കയ്യിലുള്ളത് കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും കയ്യിലുള്ള പൈസയൊക്കെ കൊടുക്കും. ആ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോകുന്നത് കൊണ്ട് എന്റെ ഇളയ ആങ്ങള യേശുവിനെ കൊണ്ട്, എന്റെ ആങ്ങളെ കൊണ്ട് യേശുവിന്റെ ഒരു ഫോട്ടോ ഞാൻ വരച്ചിട്ട് ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് താഴെ മെഴുകുതിരിയും എന്റെ അമ്മ തന്ന നിലവിളക്കും ഒക്കെ വെച്ച് ഞാൻ പാട്ടുപാടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒന്നാമത്തെ ദിവസം രാത്രിയില് ഞാൻ ദൈവവചനം ബൈബിൾ വായിച്ചിട്ട് പാട്ട് പാടിയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പെട്ടെന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 16:13, നിനക്ക് ദൈവത്തെ മാമോനെ ഒന്നിച്ചാരാധിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ആ വാക്യം 2-3 പ്രാവശ്യം ലേബർ റൂമിൽ വെച്ച് ഈ വചനം ഉടക്കി എന്നോട് സംസാരിച്ചതുപോലെ ഈ വാക്യം 2-3 പ്രാവശ്യം ഞാൻ വായിക്കുവാൻ തുടങ്ങി. അപ്പോൾ എന്റെ മനസ്സിലേക്ക് ചിന്ത വരുവാൻ തുടങ്ങി, ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ടോ? മാമോൻ എന്ന് പറഞ്ഞാൽ പിശാചാണെന്ന് ദൈവം എന്നെ ഓർപ്പിക്കുന്ന പോലെ 2 വള്ളത്തിൽ കാല് വെക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ബോധ്യം പോലെ എന്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ ഇങ്ങനെ തോന്നുക. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴും കർത്താവെ 3 ദിവസം അടുപ്പിച്ച് ഈ വചനം തന്നെ എനിക്ക് ദൈവം തരുവാൻ തുടങ്ങി. നിനക്ക് ദൈവത്തെ മാമോനെ ഒന്നിച്ച് ആരാധിക്കാൻ കഴിയില്ല. ആ ശനിയാഴ്ചയും ഞാൻ കത്തോലിക്ക പള്ളിയിൽ ധ്യാനത്തിന് പോയിട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല പുനലൂർ ഒരു കുന്നിൽ ഒരു പള്ളിയുണ്ട്, അവിടെയും പോകുമായിരുന്നു ഇടയ്ക്ക്. കാരണം സമാധാനത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും എന്റെ പ്രിയപ്പെട്ടവന്റെ ജോലിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ അവസ്ഥകള്, എന്റെ സഹോദരങ്ങളുടെ അവസ്ഥകളൊക്കെ ഓർക്കുമ്പോൾ വളരെ ോടെ ഞാൻ അങ്ങനെ ഓടിപ്പോകുമായിരുന്നു. അങ്ങനെ പറയട്ടെ, ഞാൻ ആ വാക്യം 2-3 ദിവസം എനിക്ക് തന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പാ എനിക്ക് തെളിയിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് 3-ാമത്തെ ദിവസം രാത്രിയിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യം, യാതൊരു അന്യദൈവവും നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കരുത്, നീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊരു പ്രതിമയും അരുത്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. പെട്ടെന്ന് ആ വാക്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ചിന്തയാണല്ലോ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. കാരണം സത്യമേതെന്ന് തെളിയിച്ചറിയുവാൻ മനുഷ്യർക്ക് ദൈവം ബുദ്ധിയെ തുറന്നു എന്ന് ബൈബിളിലുണ്ടല്ലോ. അപ്പോൾ ചിന്തിക്കുവാൻ തുടങ്ങി, കർത്താവേ ഞാൻ എന്താണ് കേൾക്കുന്നത്? മാത്രമല്ല വെളിപ്പാട് പുസ്തകം 1:11 പറയുന്നത് പോലെ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവനായ കർത്താവിനെ 50 രൂപയ്ക്ക് ഞാൻ എന്റെ ആങ്ങളെ കൊണ്ട് വരപ്പിച്ച് ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? മനുഷ്യന് ഒരിക്കലും കൈപ്പണിയായിരിക്കുന്ന ഫോട്ടോയിൽ ഇരിക്കില്ലെന്ന് യേശു എന്നോട് വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല 136-ാം സങ്കീർത്തനം 8-ാം വാക്യം പറയുന്നത് പോലെ പകൽ വെളിച്ചം തരാൻ സൂര്യനെയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രിയിൽ വെളിച്ചം തരുവാൻ ചന്ദ്രനെയും നക്ഷത്രത്തെ ഉണ്ടാക്കിയ ദൈവം അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നുള്ള ആ വാക്യം ദൈവം എനിക്ക് അന്ന് രാത്രിയിൽ ആ 2 വാക്യവും ദൈവം എന്നോട് പറയിക്കുന്നത് പോലെ ദൈവം എന്നെ ഓർപ്പിക്കുവാനിടയായി. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ യേശു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ വസിക്കുകയില്ലെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി. മാത്രമല്ല പകൽ വെളിച്ചം തരാൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് എന്റെ 50 വയസ്സായ മെഴുകുതിരി വേണ്ട എന്ന് യേശു എന്നെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. അതോടുകൂടി എന്റെ ദൈവത്തിന്റെ വിശ്വാസം എനിക്ക് വർദ്ധിക്കുകയും ഞാൻ ഈ ഫോട്ടോ എടുത്ത് മാറ്റുവാനിടയായി. ഈ ഫോട്ടോ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ
അന്ന് രാത്രിയില് ദൈവം വീണ്ടും എനിക്ക് ദർശനം തരുവാൻ തുടങ്ങി. ഒരു വലിയ നീല കടലിന്റെ നടുവിൽ ഒരു പാറ, ആ പാറയുടെ മുകളിൽ ഞാൻ നിൽക്കുന്നത് ദൈവം എന്നെ കാണിക്കുവാനിടയായി. അന്ന് രാത്രി തന്നെ തന്ന ദർശനം, ആ കാഴ്ച കാണിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് എന്റെ കുഞ്ഞുനാളിലത്തെ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നു. അന്നൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ എന്റെ അപ്പനോട് കുഞ്ഞിലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ എന്റെ പിതാവിനോട് അപ്പനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം രാത്രിയില് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച എന്റെ കുഞ്ഞിലെ കണ്ടത് ഞാൻ പെട്ടെന്ന് ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുവാനിടയായി. കാരണം ഒരു വലിയ കുറെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കാണാം ഞാൻ ഒറ്റപ്പെടുന്നു. പെട്ടെന്ന് ഒറ്റപ്പെട്ടപ്പോൾ ഒരു വ്യക്തി ഒരു കറുത്ത ഒരു പുറത്ത് വസ്ത്രം, അതായത് കറുത്ത ഒരു വസ്ത്രം ധരിച്ച ഒരു വ്യക്തി ഇങ്ങനെ എന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു കാഴ്ച, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് വരുന്നത് കണ്ടപ്പോൾ ഞാൻ നിന്ന നിപ്പിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു. പെട്ടെന്ന് ഉയർന്നിട്ട് രണ്ട് കൈയും വീശി ഞാൻ പറക്കുന്ന ഒരു കാഴ്ച ഞാൻ പെട്ടെന്ന് കണ്ടു. അങ്ങനെ ആ പറന്നിട്ട് ഒരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുന്ന ഒരു കാഴ്ച 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടതാണ്. അങ്ങനെ മലയുടെ മുകളിൽ ചെന്ന് ഞാനങ്ങ് നിന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് എന്റെ അപ്പനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ, എന്നെ ഒരു കറുത്ത ലോക പോലിട്ടിരിക്കുന്ന ഒരു വ്യക്തി വന്ന് എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ മുകളിലേക്ക് ഉയരുകയും 2 കൈയും വീശി ഞാൻ പറക്കുന്നതായിട്ട് കണ്ടു. എനിക്ക് ചിറക് വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഒരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞു. പെട്ടെന്ന് പിതാവ് എന്നെ ഇങ്ങനെ പറഞ്ഞു, മോളെ, ഇഷ്ടക്കാരൻ പിടിക്കാൻ വന്നപ്പോൾ മോളെ ദൈവം രക്ഷിച്ച് വലിയൊരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എന്ന് എന്റെ പിതാവിനോട് പറഞ്ഞു. അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് എന്റെ അപ്പൻ എന്നെ തട്ടി ഉറക്കിയത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുവാനിടയായി. ദർശനം കണ്ട് എഴുന്നേറ്റിരുന്നപ്പോൾ ഈ ഒരു ഓർമ്മയും കൂടി വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് ബൈബിൾ തുറന്നപ്പോൾ രാത്രി 2 മണിയാണ് സമയം. പെട്ടെന്ന് ബൈബിൾ തുറന്നപ്പോൾ ഒരു വാക്യം എനിക്ക് ദൈവം തന്നു. 40-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ എന്നെ നിർത്തി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കേട്ട് ഭയപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കും. ഞാൻ പറയട്ടെ, എനിക്കത് ആ സങ്കീർത്തനം തന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കാരണം ലോകമാകുന്ന കടൽ, ക്രിസ്തുവാകുന്ന പാറ, ആ പാറയുടെ മുകളിലാണ് ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതെന്ന് ദൈവം എന്നെ ഓർപ്പിക്കാനിടയെ. കാരണം കുഞ്ഞുനാളിലെ ഒരു മലയുടെ മുകളിൽ ദൈവം എന്നെ നിർത്തിയതും ചിറക് കാണുവാനും ഞാൻ തന്നെ കൈവീശി പറക്കുന്നത് കാണുവാനിടയായെങ്കിൽ ഈ ലോകത്തിന്റെ ശത്രുവിനെ ജയിച്ച് ഉയർന്ന മലയിലേക്ക് ദൈവം എന്നെ കൊണ്ടു നിർത്തിയതും ദൈവം എന്നെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാനാണെന്നുള്ളതും ദൈവം എന്നെ ബോധിപ്പിച്ചതോർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദർശനം കണ്ടതോടുകൂടി എന്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ തന്നെ പിന്നെ ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോയില്ല. ആ നിമിഷം തന്നെ അവിടെ അടുത്തുള്ള കൂട്ടായ്മയിലൊക്കെ ഞാൻ പോകുവാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ കൂട്ടായ്മയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പോയിരുന്നപ്പോൾ എവിടെ ചെന്നിരുന്നാലും ദൈവഭൃത്യന്മാർ എന്റെ തലയിൽ വന്ന് കൈവച്ചിട്ട് ഇങ്ങനെ പറയും, നീ എനിക്കുള്ളവൾ തന്നെ, ഭയപ്പെടാണ്ട എന്നുള്ള ആ വാക്യവും കൂടെ പറയുവാൻ തുടങ്ങി. അപ്പോൾ എന്റെ വിശ്വാസത്തെ വർദ്ധിക്കുവാൻ തുടങ്ങി. എന്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാകുവാൻ തുടങ്ങി, യേശു എന്നെ തെരഞ്ഞെടുത്തതാണെന്നും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നും പറഞ്ഞാണ് ദൈവഭൃത്യന്മാരുടെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി ദൂത് പറയുന്നത്. അങ്ങനെ എന്റെ വിശ്വാസം വർദ്ധിച്ചു. പക്ഷേ മാലയും കമ്മലും ഉപേക്ഷിക്കുവാനോ പൊട്ടുപേക്ഷിക്കുവാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പൊട്ടെടുത്തില്ല, വീട്ടിൽ വരുമ്പോൾ വീണ്ടും ഞാൻ പൊട്ടെടുത്ത് ധരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പിന്നത്തേതിൽ മറ്റു യാതൊരിടത്തും പോകത്തില്ലായിരുന്നു, പ്രാർത്ഥനയ്ക്ക് മാത്രമേ പോകുകയുള്ളായിരുന്നു. ആ സമയത്ത് വീണ്ടും അന്ന് രാത്രി, അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം രാത്രി വീണ്ടും ഞാനൊരു ദർശനം കണ്ടു. നല്ല ഒഴുകുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ അരികിൽ ഞാൻ ഒരു വ്യക്തി നിൽക്കുന്നതും വെള്ളത്തിൽ നിന്ന് ഞാൻ നനഞ്ഞ വസ്ത്രവും
ശബ്ദവുമായി മേലോട്ട് കയറി വരുന്ന ഒരു കാഴ്ച എന്നെ ദൈവം കാണിക്കുവാൻ തുടങ്ങി. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് അന്നും രാത്രി 1 മണി കഴിഞ്ഞ സമയമാണ്. രാത്രി ദൈവം എനിക്ക് ദർശനം തരുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ദൈവം എനിക്ക് ദർശനങ്ങളെ തരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ദർശനം തന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നു. ദർശനം കണ്ട നിമിഷം തന്നെ ബൈബിൾ തുറന്നപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെ ഇടപെട്ടു. റോമർക്ക് എഴുതിയ ലേഖനം 6:3 ഗലാത്യർക്ക് എഴുതിയ ലേഖനവും ദൈവം എന്നെ വായിപ്പിക്കുവാൻ ഓർപ്പിക്കുന്നത് പോലെ ഞാൻ തുറന്നപ്പോൾ കണ്ടത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല, ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, ക്രിസ്തുവിനെ സകലരും ധരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബുദ്ധിയെ തുറന്നു തരുവാനിടയായി. പെട്ടെന്ന് ഞാൻ ഈ സ്നാനത്തെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് എന്ന് ഞാൻ വീണ്ടും ആ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ആ ഇടയ്ക്കൊരു പിറ്റേന്ന് രാവിലെ അടുത്തുള്ള ചേച്ചിയുടെ കൂടെ ഒരു കൂട്ടായ്മയിൽ പോയപ്പോൾ സ്നാനത്തെ കുറിച്ച് അവിടെ ഒരു ദൈവദാസൻ വ്യക്തമായി വെളിപ്പെടുത്തുവാനിടയായി. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിനായി ജീവിക്കുവാൻ കഴിയുള്ളെന്നും സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുള്ളെന്നും അവിടെ അന്ന് തന്നെ ദൈവത്തിന്റെ ദാസനിലൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഒരുക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനോട് ജോലി കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദൈവവചനം എന്നോട് സംസാരിച്ചു, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഫോട്ടോ എടുത്ത് മാറ്റിയത്. നമുക്കിത് മെഴുകുതിരിയൊന്നും വേണ്ട, നമ്മൾക്ക് യേശുഭക്തനായിട്ട് ജീവിക്കണം, ഇതാണ് സത്യം എന്നൊക്കെ എന്ത് കേട്ടാലും ആത്മീയ കാര്യങ്ങൾ കേട്ടാൽ അതുപോലെ വന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുമായിരുന്നു. എല്ലാം മൂടി കേൾക്കുന്നതല്ലാതെ ഒന്നും പുള്ളി മറുപടി പറയത്തില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് നന്നായി മദ്യപിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജോലി പോലെ ആയിരുന്നു. അങ്ങനെ കേട്ടോണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദൈവം എന്നോട് സ്നാനപ്പെടാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ്. അപ്പം എന്റെ മൂത്ത ചേട്ടത്തിയുടെ സ്നാനപ്പെട്ട് ചേച്ചി വേർപാടനുഷ്ഠിച്ച് മാലയും കമ്മലും ഒക്കെ ഊരിയത് കണ്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും പുച്ഛമാണ്. സഹോദരങ്ങളെല്ലാം അധികരിക്കുന്നു ായി. ചേച്ചിയുടെ കുടുംബത്തിൽ പലരും കർത്താവിനെ അറിഞ്ഞു. അതായത് ചേച്ചി ഈ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. അപ്പോൾ തന്നെ ചേച്ചിയുടെ അനുഭവത്തിൽ ചേച്ചിയുടെ സഹോദരങ്ങളൊക്കെ ചേച്ചിയുടെ മാതാവ് ഒരു TPM വിശ്വാസിയായി. ഇതുപോലെ ഭർത്താവ് വന്നിട്ടില്ലായിരുന്നുവെങ്കിലും മാതാവ് ഇതുപോലെ ഒരു TPM വിശ്വാസത്തിൽ പൊക്കോണ്ടിരുന്ന ഒരു മാതാവായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അവരുടെ കുടുംബ പശ്ചാത്തലം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവന്റെ ജ്യേഷ്ഠനായിരുന്നുവല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പം ആ പുള്ളിയും ഭയങ്കര മദ്യപാനിയായിരുന്നു. പുള്ളി ഒരു ഹാർട്ട് പേഷ്യന്റും കൂടെ ആയിരുന്നു. അങ്ങനെ വളരെ പ്രതിസന്ധി ചേച്ചിയും അനുഭവിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുവാനും വളരെ പ്രതിസന്ധിയായിരുന്നു. പക്ഷെ ചേച്ചി ഈ കർത്താവിന്റെ കൽപ്പന പാലിച്ചപ്പോൾ ആ ദേശത്ത് ചേച്ചിയാണ് ആദ്യത്തെ ആ ദേശത്തെ സഭാവിശ്വാസിയായി മാറുവാനിടയായി. ഞാൻ പോരലൂർ പൈനാപ്പിൾ ആരംഭിന്റെ പ്രദേശത്ത് ചേച്ചിയും വേറെ 2 സഹോദരിമാർ ഇതുപോലെ ഹൈബമാർഗത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന 2 സഹോദരിമാർ, അങ്ങനെ 3 സഹോദരിമാരെ ആ ദൈവകൃത്യൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനിടയെ. അങ്ങനെയാണ് ഈ ദർശനങ്ങൾ എനിക്ക് തന്നപ്പോഴാണ് ഞാൻ അവിടെ ആ ദൈവകൃത്യൻ വചനം കേട്ട് സ്നാനത്തെ കുറിച്ച് എന്നോട് പറയുവാനിടയായി. എനിക്ക് ഈ സ്നാനം സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, നീ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല, കത്തോലിക്കയിലോ മർത്തവമായിലോ എവിടെയെങ്കിലും നിനക്ക് പോകാം, പക്ഷെ ഒരിക്കലും നീ സ്നാനപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. സ്നാനപ്പെട്ടാൽ ഞാൻ നിന്റെ ബന്ധു ഒഴിയുമെന്ന് ഈ വ്യക്തി എന്നോട്, എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറയുവാനിടയായി. പെട്ടെന്ന് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെയുള്ള അവസ്ഥ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കാരണം കർത്താവ് എന്നോട് സ്നാനപ്പെടുവാൻ പറയുന്നു, പ്രിയപ്പെട്ടവൻ എന്റെ എതിരായി പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവനെ. എനിക്ക് എന്ന് വെച്ചാൽ എന്റെ ജീവിത പശ്ചാത്തലത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്നെ സ്നേഹിച്ചു, എന്നെ വിവാഹം കഴിച്ചു, എന്നെ ഇത്ര നാള് പോറ്റി പുലർത്തി, എനിക്ക് 2 കുഞ്ഞുങ്ങളുമായി അങ്ങനെ കുടുംബമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ എന്റെ ബന്ധം ഒഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഭാരം എന്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ഒരു കാര്യം വ്യക്തമായി ദൈവം എന്നെ ഓർപ്പിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പറയട്ടെ, ആ ദൈവം ഈ നിമിഷവും എന്റെ മുമ്പിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ ദൈവത്തിന്റെ ശബ്ദം എന്നെ ഉറപ്പിക്കുവാനിടയാ. ഞാൻ അങ്ങനെ ഉപവസിക്കാൻ തുടങ്ങി. ചേച്ചിയുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്
ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി. ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ചെയ്തതുപോലെ ആയിത്തീരുന്നു. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ എന്റെ മാതാവിന്റെ മാതാവ് മരിച്ചു. അവര് വളരെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വളരെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാതാവിന് എന്റെ അമ്മൂമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊച്ചുമക്കളൊക്കെ ചെന്ന് അമ്മൂമ്മയുടെ ജഡത്തിൽ പൂവിടുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മൂമ്മയുടെ ജഡത്തിൽ ഒരു പൂ വാരിയിട്ടപ്പോൾ ഞാൻ പുറകോട്ട് വീണത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാത്താൻ എന്നിൽ കടന്നതുപോലെ ഞാൻ പുറകോട്ട് വീണ് എനിക്കൊരു തളർച്ച ബാധിച്ചത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അങ്ങനെ എന്റെ ഇടതുഭാഗത്ത് ഒരു വീക്കം പോലെ വന്നിട്ട് എനിക്ക് വല്ലാത്ത ഒരവസ്ഥയായി. വീട്ടിൽ വന്ന് ഞാൻ കിടപ്പിലാവുവാൻ ഇടയായി. അപ്പോൾ അടുത്തുള്ള പാസ്റ്റർമാരൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നതുകൊണ്ട് അവരൊക്കെ ഓടി വീട്ടിലേക്ക് വരും. അവർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സുഖമാവും. അവർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് വീണ്ടും അസുഖമായി ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ ഞാൻ വളരെ ഭാരത്തോടെ ആയിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിക്കാനിടയായി. യോബിന് ദൈവം കഷ്ടത കൊടുത്തതുപോലെ ഈ ദൈവ സ്നേഹത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവനെ കൂടെ കൊണ്ടുവരേണ്ടതിന് സാത്താൻ എന്നെ, അതായത് സാത്താനെ ഏൽപ്പിച്ച ദൈവം സാത്താനെ ഏൽപ്പിച്ചതുപോലെ ഒരു അവസ്ഥയായിരുന്നു അത്. കാരണം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഞാൻ വെറുപ്പാനിടയായി. എന്റെ ഭർത്താവിന്റെ സ്മെല്ല് പോലും എനിക്ക് വെറുപ്പായി തീർന്നു. അങ്ങനെ ഞാൻ കിടക്കയിലായിരിക്കുന്ന അവസ്ഥയാണ്. വല്ല വിധേന എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കുമെന്നല്ലാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തളർന്ന ഒരവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു. എന്നാൽ ബൈബിൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. അത് മാറ്റി വെക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ കിടക്കയിലായി. അത് മാത്രമല്ല എന്റെ ഹസ്ബൻഡ് 3 ഹോസ്പിറ്റലിൽ എന്നെ പലപ്പോട്ടമായി കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഒരു രോഗവുമില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ പിന്നെ എനിക്ക് എഴുന്നേൽക്കാനൊക്കാത്ത ഒരവസ്ഥയായി. അങ്ങനെ ഞാൻ കിടക്കയിലായി. 3-4 ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞു. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് നിന്നെയും വേണം, എനിക്ക് യേശോപ്പാ, എനിക്ക് അങ്ങയെയും വേണം, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ 3 പ്രാവശ്യം 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. പല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടും സുഖമില്ലാതായി കിടക്കയിലായപ്പോൾ ഞാൻ ചോദിച്ചപ്പാ, നീ എന്നോട് സംസാരിക്കണം, ഇന്ന് വരെ നടത്തിയ ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നപ്പോൾ ദൈവം തന്ന വാക്യമാണ് യോബിന്റെ പുസ്തകം 22:24. നിന്റെ പൊന്നു കൊടിയിലും ഓഫീർ തങ്കം തോട്ടിന്റെ കല്ലിന്റെ ഇടയിലും ഇട്ടുകളക, അപ്പോൾ സർവശക്തൻ നിന്റെ വെള്ളിവാളായിരിക്കും. പ്രിയമുള്ളവരെ പറയട്ടെ, പൊന്നുകൊടിയിലും ഓഫീർ തങ്കം തോട്ടിന്റെ കല്ലിന്റെ ഇടയിലും ഇട്ട് കളക. കാരണം എന്റെ ആഭരണം ഉപേക്ഷിക്കുന്ന എനിക്കൊരു ശകലം പോലും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇവിടും കാതിന്റെ താഴെ വരെ നീങ്ങിക്കിടക്കുന്ന ഉണ്ട കമ്മൽ, അതുപോലെ തന്നെ മാലയ്ക്കകത്ത് കെട്ടുതാലി തറയിൽ ഊരി വീണാൽ ഭർത്താവ് മരിച്ചു പോകുമെന്ന് എന്റെ അമ്മാവിയമ്മ എന്നോട് പറയുമായിരുന്നു. പക്ഷെ 2-3 പ്രാവശ്യം ഈ കെട്ടുതാലി ഊരി തറയിൽ വീണിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല, എന്റെ ഭർത്താവിനും ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ എന്റെ ഉള്ളത്തിൽ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ്. കാരണം ഇവരെന്നോട് പറഞ്ഞു പഠിപ്പിച്ചത് ഒക്കെ കള്ളത്തരമായിരുന്നു എന്നാണ് എനിക്ക് പിന്നത്തേത് മനസ്സിലായത്. കാരണം ഇതൊക്കെ ഫോർട്ടാണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കാനിടയായി. കാരണം കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ പൊന്നുപൊടി, അതായത് തോട്ടിന്റെ കല്ലിന്റെ ഇടയിൽ ഒരു സാധനം അതായത് ഇട്ട് കഴിഞ്ഞാൽ തോട്ടിലൂടെ ഒഴുക്ക് വെള്ളത്തിൽ അത് ഒഴുകിപ്പോകും. പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതാണ് ദൈവം എന്നെ ഓർപ്പിച്ചത്. സർവശക്തൻ നിന്റെ വെള്ളിവാളമായിരിക്കും എന്ന് പറഞ്ഞത് എനിക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ എന്നു മുതൽ എന്റെ കർത്താവിന് വേണ്ടി സാക്ഷിയായി തീർന്ന് എന്റെ ദൈവത്തിന് വേണ്ടി എന്റെ നാവിനെ ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കർത്താവ് പറയുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും എന്നുള്ള വാക്യം ദൈവം എന്നെ ഓർപ്പിക്കുവാനിടയായി. പെട്ടെന്ന് ഈ വാക്യം വായിച്ച നിമിഷം തന്നെ അവിടെ ഒരു ഡെസ്ക് കിടപ്പുണ്ടായിരുന്നു. ആ ഡെസ്കിന്റെ മുകളിലേക്ക് ഞാൻ എന്റെ മാലയും കമ്മലും ഊരി വെക്കുവാനിടയായി. ഇതിനിടയ്ക്ക് വെച്ച് എന്നോട് പലരും പറയുമായിരുന്നു, മോളെ സകലവും വിട്ട് യേശുവിനായി നീ കടന്നു വരണം, നിന്നെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഒരിക്കലും ഞാൻ സ്നാനപ്പെട്ടാലും ഞാൻ മാലയും കമ്മലും ഊരി കളയത്തില്ല. സ്നാനം സത്യമാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ സ്നാനപ്പെട്ടാലും ഞാൻ ആഭരണം ഉപേക്ഷിക്കത്തില്ലെന്ന്
ഈ പറയുന്നവരോടെല്ലാം ഞാൻ വാശി പോലെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം 3 മാസം കൊണ്ട് ദൈവം എന്നെ ഈ കഷ്ടതയുടെ തീച്ചുളയിലേക്ക് നയിച്ചിട്ട് ദൈവം എന്റെ ആഭരണം ഉപേക്ഷിച്ച് ആ ആഭരണത്തിന് ഈ നിമിഷം വരെ എനിക്ക് ഒരു പ്രതിപത്തിയുമില്ല. കാരണം ആ ആഭരണം വെറുതെ ആണെന്നുള്ളതും പുറമെയുള്ള മോടിയൊക്കെ ഈ ലോകത്തിന്റെ ആഡംബരവുമാണെന്നും ഈ ലോകത്തിന്റെ തിന്മയാണ്, സാത്താന്റെ വലിയ തന്ത്രമാണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതോട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അകത്തുനിന്ന് പുറത്തു വരുന്നതാണ് മനുഷ്യനെ ശ്രേഷ്ഠരാക്കി തീർക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കുമെന്ന് പറയുമ്പോൾ നന്മ നിറഞ്ഞത് നാവിലൂടെ പുറത്തു വന്നാൽ അതിലൂടെയാണ് യേശുവിന് പ്രസാദം വരുന്നതെന്ന് എനിക്ക് ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. കാരണം ഒരു വഴക്കാളിയും ഒരു വായാടിയും എല്ലാവരോടും എതിരിട്ട് നിൽക്കുന്ന എന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്റെ ദൈവത്തിന്റെ സൗമ്യത എന്നെ വലിയവളാക്കി തീർത്തതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി തീരണമെന്നുള്ളത് ദൈവിക നിശ്ചയമായാൽ ദൈവത്തിന്റെ വലിയ സ്നേഹം എന്നെ മാടി വിളിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് ഈ അനുഭവം ഒന്ന് ഒരുക്കി. രണ്ടാമത് കർത്താവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു. മത്തായി എഴുതിയ സുവിശേഷം 23:29 നീ എന്റെ അടുക്കലേക്ക് യാഗത്തിനായി കടന്നു വരുമ്പോൾ നിനക്ക് സഹോദരനോട് വല്ലതുമുണ്ടെങ്കിൽ അവനോട് പോയി നിരന്നിട്ട് എന്റെ അടുത്തേക്ക് കടന്നു വരിക എന്നുള്ള ഒരു വാക്യം ദൈവം എനിക്ക് ആ സ്പോട്ടിൽ തന്നെ തരുവാനിടയായി. ആ വാക്യത്തിൽ അത് ദൈവം എനിക്ക് തരാനിടയായത് ഒരു കാര്യമുണ്ട്. 3 വർഷം കൊണ്ട് എന്റെ മൂത്ത ആങ്ങളെ എന്നെ എപ്പോഴും യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നതിനും പരിഹസിക്കും, എപ്പോഴും എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തോട് ഉള്ളിൽ പക വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഇഷ്ടപ്പെടുവാൻ കഴിഞ്ഞില്ല. ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ ഒത്തിരി വെറുത്തിരുന്നു. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പോയി ക്ഷമ ചോദിക്കാൻ. കാരണം സഹോദരന് ഇറച്ചി വരുത്തുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. നമുക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ചെങ്കിലേ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നുള്ളതാണ് ദൈവം എന്നെ അവിടെ വെച്ച് ഓർപ്പിക്കുവാനിടയായത്. എന്റെ തൊട്ട് വീടിന്റെ അടുത്ത് തന്നെയാണ് എന്റെ മൂത്ത ആങ്ങളെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഓടി ആ വീട്ടിലേക്ക് ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് മാപ്പ് പറഞ്ഞു. അണ്ണാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ അണ്ണൻ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുക. കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ പറയുമെന്ന് അണ്ണൻ പ്രതീക്ഷിച്ചേയില്ല. കാരണം ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് വാശി കെട്ടിയിരുന്ന ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ വയ്യ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, അണ്ണാ, എനിക്ക് ഭ്രാന്തല്ല പിടിച്ചത്. എന്റെ യേശു എന്നെ സന്ദർശിച്ചു. എന്റെ യേശു എന്നോട് പറയുന്നു അണ്ണനോട് ക്ഷമ ചോദിക്കാൻ എന്ന് പറയുവാനിടയായി. കാരണം യേശു സ്നേഹമാണെന്നല്ലോ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് പറയുമ്പോൾ സഹനമാണ് കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും കർത്താവിനെ പഠിപ്പിച്ചു. കാരണം എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരോടും പൊറുക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. അത് എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായി. എന്റെ പ്രിയപ്പെട്ട ആങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ആ ക്ഷമ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ആ നിമിഷം തന്നെ എന്റെ രോഗം മാറുവാനിടയായി. എന്തോ എന്നെ വിട്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനിടയായി. അന്ന് ഞാൻ സൗഖ്യമാകുവാനിടയായി. സ്നാനത്തിന് മുമ്പേ എന്റെ ആഭരണം ഞാൻ ഉപേക്ഷിച്ചു. എന്റെ ആങ്ങളയോട് ക്ഷമ ചോദിക്കുവാനിടയായി. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് ജീവിക്കും. ഈ ഭൂമിയിലെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് അടങ്ങുന്നതല്ലോ ക്രിസ്തീയ ജീവിതം. കർത്താവിന്റെ ഇഷ്ടം അതാണ്. അത് വിശ്വാസ കോളത്തിൽ വന്നപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചതും നന്മ ചെയ്യുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതിലുമാണ് യേശു കർത്താവ് പ്രസാദിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദൈവ അവസരം ഒരിക്കൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് എന്നെ തൊട്ട് എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരും ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. എന്റെ വിടുതലോടുകൂടി അദ്ദേഹത്തിനും വിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലേക്ക്, എന്റെ ചേച്ചി പോകുന്ന ചർച്ചിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ സ്നാനപ്പെടുവാൻ ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ സ്നാനപ്പെട്ട് ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. ആ സാക്ഷിച്ചു കഴിഞ്ഞ ആ മാസം തന്നെ എന്റെ പ്രിയപ്പെട്ടവന് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് ലഭിക്കുവാനിടയായി. 47,000 രൂപയ്ക്ക് ഗൾഫിൽ പോയി എല്ലാം നഷ്ടപ്പെട്ടു വന്ന എന്റെ പ്രിയപ്പെട്ടവനും വെറും 20,000 രൂപയ്ക്ക് കടം പോലും പറയാതെ ഗൾഫിലേക്ക് കടന്നുപോയി. ആ കടന്നുപോയി കഴിഞ്ഞ്
ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനിടയായി. 47,000 രൂപ കടപ്പെടുത്തി പോയ ആ കടങ്ങളെല്ലാം അദ്ദേഹം ആ ഗൾഫിൽ രണ്ടാമത് പോയി വീട്ടുവാനിടയായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി ദൈവസന്നിധിയിൽ പോകുവാനിടയായി തീർന്നു. പിന്നെ നാട്ടിൽ അദ്ദേഹം 2 വർഷം കൊണ്ട് ആ കടമെല്ലാം തീർത്ത് നാട്ടിൽ വന്നു. അവിടെ അദ്ദേഹം ഗൾഫിന്റെ പ്രദേശത്ത് പോയപ്പോൾ അവിടെ ദൈവം, ഞാനിവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ കൂടെ പള്ളിയിൽ വരുന്നുവെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമായിട്ട് വന്നില്ല. അങ്ങനെ ഗൾഫിന്റെ പ്രദേശത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് അണ്ണന് ജോലിക്ക് സംബന്ധമായി ഒത്തിരി പ്രതിസന്ധി വന്നപ്പോൾ അണ്ണനും തന്നെ തോന്നുവാനിടയായി. ഒരു ദിവസം വൈകിട്ട് അണ്ണൻ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് 14 നിലയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ അണ്ണൻ കരഞ്ഞു. എന്ന് വെച്ചാൽ മൂക്കിൽ കൂടെ രക്തം വരുന്ന ആ ചൂട്, ആ കൊടും ചൂടിൽ അണ്ണൻ കരഞ്ഞിട്ട് മുകളിൽ പോയിരുന്ന് ദൈവമേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ അണ്ണനെ തൊടുന്ന ഒരു കരം തൊടുന്നത് പോലെ അണ്ണന് തോന്നുവാനിടയായി. അങ്ങനെ പെട്ടെന്ന് അണ്ണനൊരു സമാധാനം അണ്ണന് ലഭിച്ചു എന്ന് പിന്നത്തേതിൽ അണ്ണൻ പറയുവാനിടയായി. അങ്ങനെ അണ്ണൻ ആ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അണ്ണൻ വെളിയിലേക്ക് പോയ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു അമ്മാമ്മ, ഒരു വിശ്വാസി അച്ഛനെ അമ്മാമ്മയെ അണ്ണൻ കാണുവാനിടയായി. അങ്ങനെ പെട്ടെന്ന് അവര് പറഞ്ഞു, ചിത്ര ഇതുപോലെ വിശ്വാസത്തിൽ വന്നല്ലോ, അതുകൊണ്ട് അരവിന്ദൻ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ഞങ്ങളുടെ കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് വാ എന്ന് പറയുവാനിടയായി. അങ്ങനെ അണ്ണൻ എന്റെ ഹസ്ബൻഡ് അവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയപ്പോൾ അന്ന് അവിടെ ഒരു ദൈവദാസൻ വന്നിട്ട് ഏറ്റവും പുറയിലിരുന്ന എന്റെ ഹസ്ബൻഡിന്റെ തലയിലേക്ക് വന്ന് കൈവച്ചിട്ട് പറഞ്ഞു, അബ്രഹാമിനെ തെരഞ്ഞെടുത്തതുപോലെ ഞാൻ നിന്നെയും കണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ദൈവശബ്ദം അണ്ണനോട് അറിയിക്കുവാനിടയായി. അതാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം. ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ആ കൂട്ടായ്മയിലേക്കാണ് പോകുവാനിടയായി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് കടമെല്ലാം തീർന്ന് നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ചർച്ചയിൽ ആക്റ്റീവ് മെമ്പറായി ദൈവത്തിന് വേണ്ടി ഞങ്ങൾ സാക്ഷി പറയുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ തന്നെ നാട്ടിൽ വന്ന് ഇദ്ദേഹവും എന്റെ ഹസ്ബൻഡും സ്നാനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം ചെയ്യുവാനിടയായത്. 50 രൂപയുടെ ഒരു മേസനായി ജോലി ചെയ്ത ഭർത്താവിനെ ഒരു കോൺട്രാക്ടർ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി. കാരണം ദൈവത്തിന്റെ വചനം 91-ാം സങ്കീർത്തനം 14-ാം വാക്യം പറയുന്ന പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ച കാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ആ വാക്യം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി വ്യാപരിക്കുവാനിടയായി. ദൈവത്തിന്റെ വചനം ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴും ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്നും എനിക്കറിയാം, ഒരു ഇടുക്കമുള്ള ഒരു റോഡ് ആ റോഡ് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ദൈവം ആ സമയത്ത് കോൺക്രീറ്റ് ആക്കി മാറ്റിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയ ഷെഡ് ആയിരുന്നല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. ആ ചെറിയ ഷെഡിന്റെ സ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ടവൻ ഒരു കോൺട്രാക്ടർ പദവിയിലേക്ക് എല്ലാവരും അറിഞ്ഞു കേട്ട് വന്നപ്പോൾ ജോലി ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും മനോഹരമായ ഒരു വാർത്ത, വീട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ചർച്ചിൽ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ നല്ല ജോലിയൊക്കെ അങ്ങനെ ലഭിക്കാൻ തുടങ്ങി. എല്ലാവരും ഞങ്ങളെ അറിയപ്പെട്ടു. അങ്ങനെ ജോലി ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീട് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി. ഞാനിപ്പോഴും ഓർക്കുന്നു, വിശ്വാസത്തിൽ ആദ്യമൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ ഒരു സ്കൂട്ടർ, 4 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ രണ്ടുപേരും 2 കുഞ്ഞുങ്ങളുമായി പോകുന്നത് ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് ആദ്യം ഞങ്ങൾക്ക് അന്ന് ഒരു ദൈവപ്രവൃത്തി ഇന്നും ഞാൻ ഓർക്കുന്നു. ചെറിയ വീടായിരുന്ന സ്ഥാനത്ത് ഒരു രാത്രിയില് ഞങ്ങൾക്ക് ഒരു ബൈക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ ചേച്ചി എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ വന്ന ചേച്ചി ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് ഒരു വ്യക്തി പറഞ്ഞു, ഈ ബൈക്ക് അരവിന്ദൻ എടുത്തോ
പിന്നെ എപ്പോഴെങ്കിലും പൈസ തന്നാ മതിയെന്ന് പറയുവാനിടേ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വിഷയത്തിന്മേല് ആ 3 മണിക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ 7 മണിക്ക് ആ പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങളുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ആരോ കൊണ്ടുവന്ന് തന്നതുപോലെ തോന്നി. നിനക്ക് മുമ്പായി ഞാൻ എന്റെ ദൂതനെ അയക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ ദൈവം തക്ക സമയത്ത് തന്റെ ദൂതന്മാരെ അയച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ നീതി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ബൈക്ക് തരുവാനിടയായി, അത് കഴിഞ്ഞ് ജോലി എടുത്തു കഴിഞ്ഞപ്പോൾ ജീപ്പ് തരുവാനിടയായി. ഇന്ന് ഓർക്കുന്നു, റോഡിൽ ജീപ്പ് കൊണ്ടിടുന്നത് എനിക്ക് ഇന്ന് ഓർക്കുന്നു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞാണ് വാർത്ത വീട് ലഭിക്കുവാനിടയായത്. ഇതിനിടയ്ക്ക് വെച്ച് ഞാനൊരു ചെറിയ ട്രാക്ട് പോലെ എന്റെ പുസ്തകം, എനിക്ക് ദൈവം തന്ന സാക്ഷ്യം അല്പ വചനവുമായിട്ട് പുസ്തകം അടിക്കുവാൻ തുടങ്ങി. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരു ദേവദാസൻ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് തരുവാനിടയായി. ആ പുസ്തകം അനേക സ്ഥലങ്ങളിൽ, അമേരിക്കയിൽ വരെ അത് എത്തുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ പേർ ചേർന്ന് ഞങ്ങൾക്ക് 50,000 രൂപയോളം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അങ്ങനെ വീടിന് അടിത്തറയിടുവാൻ ദൈവം 5 സെന്റിനകത്ത് ഒരു വീടിന് അടിത്തറയിടുവാൻ തുടങ്ങി. അങ്ങനെ ജോലിയും കിട്ടി. അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ പണിയുവാൻ അങ്ങനെ ജോലി ആ സമയത്ത് തന്നെ ലഭിക്കുകയും എന്റെ ആ സാക്ഷ്യത്തോടു കൂടി കിട്ടിയ പൈസയും അണ്ണനൊരു ജോലി, ഹോസ്പിറ്റലിന്റെ ജോലി കിട്ടുകയും അങ്ങനെ ദൈവം ഞങ്ങൾക്ക് മനോഹരമായ ഹോസ്പിറ്റൽ പൂർത്തിയായി കഴിഞ്ഞപ്പോഴും അണ്ണന്റെ ജോലി മേഖലയിൽ ദൈവം അണ്ണൻ ഉയർച്ച കൊടുക്കുകയും മനോഹരമായ ഒരു വാർത്ത വീട് ദൈവം ഞങ്ങൾക്ക് തന്നു. അതോടുകൂടി തന്നെ ഒരു ജീപ്പും ദൈവം തരുവാനിടയായി. പിന്നെ ചെറിയ ചെറിയ ജോലികൾ ദൈവം ഞങ്ങൾക്ക് തന്നതോടുകൂടി കാറും ജീപ്പും ബൈക്കും എല്ലാം ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി. ആക്റ്റീവ് മെമ്പേഴ്സായി ദൈവസന്നിധിയിൽ ദൈവസഭയ്ക്ക് ചുമല് കൊടുത്തുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ തുടങ്ങിയപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുന്നതിന് എന്നെ വ്യഭിചാരി എന്ന് പോലും പറഞ്ഞ വ്യക്തികളെ ഇന്നും ഞാൻ ഓർക്കുന്നു. അത് മാത്രമല്ല, ജംഗ്ഷനിലൊക്കെ ഇളമ്പൽ ജംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ വളരെ എന്നെ വേദനിപ്പിക്കുന്നത് എന്റെ ചെവിക്ക് ഞാൻ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലരും അങ്ങനെ പറഞ്ഞവരും ഒന്നും ഈ ലോകത്ത് നിന്ന് ഇല്ല. പലർക്കും ഞാനിങ്ങനെ ഓർക്കും, നിന്ദിക്കുകയും പഴിക്കുകയും പരിഹസിക്കുകയും പരിഹാസ ചരങ്ങൾ ഏതെല്ലാം തരത്തിൽ എവിടത്തെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും ഞാൻ ഓർക്കും. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവമുണ്ടെന്നും നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കുടുംബത്തിന് എന്റെ പെൺകുഞ്ഞുങ്ങളെ വളർന്നു വന്നപ്പോൾ എന്റെ പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് ആര് കല്യാണം കഴിക്കുമെന്ന് വരെ ചോദിച്ച് പരിഹസിച്ച ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്. അവരുടെ നടുവിൽ എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 5ാമത്തെ പെൺകുട്ടിയായ എന്റെ മകളുടെ വിവാഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി നടക്കുന്നത്. അതിനും വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിനിടയ്ക്ക് വെച്ച് കൂടി കയറി പറയട്ടെ, എന്റെ ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മൂത്ത ആങ്ങളയുടെ മകൾക്ക് ഭയങ്കര ചുമയായി ഭാരപ്പെട്ടു. വില്ലൻ പോലെ ചുമയായി ഭാരപ്പെട്ടു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ എന്നെ ആദ്യം പരിഹസിച്ചെങ്കിലും പിന്നെ ഇവർക്കൊക്കെയും എനിക്ക് വരുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് അവരൊക്കെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാനിടയായി. എന്റെ ആങ്ങളയുടെ മകൾക്ക് വില്ലൻ ചുമ പോലെ വന്നിട്ട് ഈ കുഞ്ഞ് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കര ചുമയായി ഭാരപ്പെടുക. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, മോള് യേശുപ്പച്ചാന്നൊന്ന് വിളിച്ചാൽ മതി, അപ്പച്ചി പ്രാർത്ഥിക്കാം, മോക്ക് ദൈവം സൗഖ്യം തരുമെന്ന് പറഞ്ഞു. അന്നേരം അവൾ എന്നോട് പറഞ്ഞു, അതിനെന്താ അപ്പച്ചി, ഞാൻ സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, മോള് സ്തോത്രം പറയാൻ പറഞ്ഞു. ഞാനിങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ചുമ മാറട്ടെ എന്ന് പറഞ്ഞു തീർന്നുടൻ എനിക്ക് ഇന്നും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു മിന്നൽ അടിക്കുന്നത് പോലെ ഈ കൊച്ചിന്റെ പുറത്തു നിന്ന് ഒരു പ്രകാശം വന്ന് ഈ കുഞ്ഞിന്റെ പുറത്തേക്ക് വന്ന് മിന്നൽ വീശുന്നത് പോലെ വീശി മാറുന്നത് ഞാൻ കാണുവാനിടയായി. ആ കുഞ്ഞിന്റെ ചുമ അന്ന് അവിടെ നിൽക്കുവാനിടയായി. ഇന്ന് അവൾക്ക് 31 വയസ്സുണ്ട്. ഇന്ന് വരെ ആ ചുമ പിന്നെ അവൾക്ക് വന്നിട്ടേയില്ല. യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ, അടയാളങ്ങളുടെ ദൈവമാ. യേശു കർത്താവ് വീര്യ പ്രവൃത്തി ചെയ്യുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് ഒരു കാര്യം കൂടി ഇപ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് കൊണ്ട് അതൊന്നും കൂടി ഓർപ്പിക്കട്ടെ.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ കർത്താവ് പിന്നിൽ ചെങ്കടൽ, മുമ്പിൽ ഫറവോനും പിന്നിൽ ഫറവോനും സൈന്യവും, മുൻപിൽ ചെങ്കടൽ, ഇടത്തും വലത്തും കനാന്യ ശക്തികൾ. പ്രതിസന്ധി വർദ്ധിച്ചപ്പോൾ മോശ ചെങ്കടലിലേക്ക് കൈ നീട്ടി തന്റെ വടി നീട്ടിക്കൊണ്ട് കൽപ്പിച്ചപ്പോഴും യഹോവ ചെങ്കടലിനെ രണ്ടായി പിളർത്തിയതുപോലെ വലിയൊരു അത്ഭുതം ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ദൈവം എന്റെ വീട്ടിൽ ചെയ്തു. അത് എനിക്ക് ഇപ്പോഴത് പറയുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് കൊണ്ടാണ്. കാരണം ഞാന് എന്റെ ഈ മൂത്ത ആങ്ങളയുടെ രണ്ടാമത്തെ ആങ്ങളയുടെ മകളുടെ വാർഷികവുമായുള്ള ബന്ധത്തിൽ അവരുടെ സ്കൂളിലേക്ക് എനിക്കൊന്ന് പോകേണ്ടി വന്നു. ആ സമയം രാത്രിയായിരുന്നു, ഒരു 8 മണി സമയമായപ്പോൾ ഞാൻ എന്റെ അടുക്കളയില്, ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ അടുക്കളയില് ഒരു അലൂമിനിയം പാത്രത്തില് നിറച്ച് വെള്ളം വെച്ചു. 50 രൂപയുടെ ഒരു അലൂമിനിയം പാത്രം സാധാ, അതിനകത്ത് ഞാൻ നിറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ വെപ്രാളം പിടിച്ച ആ വെള്ളം ഓഫാക്കാൻ മറന്നുപോയിട്ട് കതവ് അടച്ചിട്ട് ഞാൻ ആ സ്കൂളിലേക്ക് പോകാനിടയായി. പോയിട്ട് ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. കുഞ്ഞുങ്ങളുടെ മനുഷ്യനെ കണ്ടിട്ട് തിരിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട്. വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അടുക്കള തുറക്കാതെ ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ 6:10 ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിന്നും ഞെട്ടിക്കുന്നത് പോലെ തോന്നും. എനിക്ക് ഈ നിമിഷവും തന്നെ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഓർക്കാം. ആ അടുപ്പ്, അതായത് ആ ഗ്യാസ് അടുപ്പ് ഫുൾ ഏകദേശം 3/4 ഭാഗത്തോളം തീ ഗോളം പോലെ നിൽക്കുകയാണ്. അതിനകത്തുള്ള വെള്ളം ഒരു ശകലം പോലും ഇല്ല. ആ പാത്രത്തിന്റെ അടിയിൽ ഒരു ചെറിയ കറുപ്പ് പാട് മാത്രം, ഒരു ചെറിയ വര പോലെ ഒരു കറുപ്പ് പാട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വെള്ളം നിന്ന സ്ഥാനത്ത് ഒരു പൊടി പോലെ, കരി പോലെ ഉണ്ട് എന്നല്ലാതെ ഈ തീ കത്തി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത് കൂടുതലായിട്ട് കത്തി ഒരു സിമ്മിൽ നിൽക്കുന്ന പോലെ തീ നിൽക്കുക. 11 മണിക്കൂർ ഒരു ഗ്യാസ് അടുപ്പിനകത്ത് വെള്ളമില്ലാതെ, ഒരു അലൂമിനിയം പാത്രം ഒരു പോറല് പോലും ഇല്ലാതെ അവിടെ നിർത്തിയെങ്കിലും ആ ഗ്യാസ് കണ്ടിട്ട് ഞാൻ ദൈവമേ ഉറക്കെ അലറി നിലവിളിച്ചു. കാരണം ഈ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന്റെ പുറകിലാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എന്റെ ഇളയ മരുമോൻ വാങ്ങിച്ച കാറ് കിടക്കുന്നത്. ഇത് 3 അവിടെ അതിനോട് തൊട്ടിരുമ്പി തന്നെ കിടക്കും. 5 സെന്റിനകത്താണല്ലോ ഇതൊക്കെ. പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുവാനിടയായി, ഈ ഗ്യാസിന്റെ തീ വെളിയിലോട്ട് പോയിരുന്നെങ്കിൽ ഈ 11 മണിക്കൂറും ഈ തീയെ അചഞ്ചലമാക്കി നിർത്തിക്കൊണ്ട് ഇടത്തും വലത്തും ദൂതന്മാരെ അയച്ചതുപോലെ എനിക്കിപ്പോഴും ഓർക്കുവാൻ കഴിയുന്നു. ഉരുട്ടി നീക്കിയ കല്ലിന്മേൽ ഭൂതനിരുന്നുകൊണ്ട് ഇത്രത്തോളം ആ സഹോദരിമാർക്ക് ദൈവം ആ വാതിൽ തുറന്നു കൊടുത്തതുപോലെ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുകയാണ്. ദൈവം ദൂതന്മാരെ നിർത്തിക്കൊണ്ട് അതിനെ ഒന്നും ചലിക്കാതെ ആ കലത്തിന് പോലും, അതായത് ആ ചരുവത്തിന് പോലും പോറൽ വരാതെ നിർത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അന്ന് ചെങ്കടൽ പിളർന്ന ദൈവത്തിന് ഇന്ന് ഈ നിമിഷവും ഇസ്രായേൽ ജനത്തിന് അന്ന് അത്ഭുതം ചെയ്ത ദൈവത്തിന് ഇന്നും യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നുള്ളതും ഇന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനാദിയായും ശാശ്വതമായും നിത്യപിതാവായും സർവശക്തനായ ദൈവമെന്നും ഒരു പ്രാവശ്യം കൂടി എനിക്ക് തമ്പുരാൻ തെളിയിച്ചു തന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ആ വീട് വെച്ച് തന്നു കഴിഞ്ഞപ്പോൾ എന്റെ വിശ്വാസം വീണ്ടും വർദ്ധിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോംബെയിലേക്ക് കർത്താവിന്റെ സാക്ഷ്യവുമായി പോകേണ്ട അനുഭവങ്ങളൊക്കെ ദൈവം ഒരുക്കി. അന്ന് രാത്രി ബോംബെയിലേക്ക് പോകുന്നതിന്റെ തലേന്ന് രാത്രി ദൈവം എനിക്കൊരു ദർശനം തന്നു. എന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നതായിട്ടൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുമല്ലേ. ആ ദർശനം കാണിച്ചത് വലിയൊരു പന്തലിന്റെ നടുക്ക് ഒരു വലിയ ട്രേ നിറച്ച് മുട്ടായി വാരിയിടുന്ന ഒരു കാഴ്ച. അപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ കുഞ്ഞ് ബികോമിന് ഫസ്റ്റ് ഇയർ ആണ് ആ സമയത്ത്. അപ്പോഴും ദൈവം എന്നെ ആ കാഴ്ച കാണിക്കുകയായി. ഇതിനിടയിൽ ഒന്നുകൂടി കയറി പറയട്ടെ, എന്റെ കുഞ്ഞ് ഈ ലേബർ റൂമിൽ വെച്ച് ദൈവം സൗഖ്യം കൊടുത്ത കുഞ്ഞിന്റെ വീട്ടിലാണ്, ദുബായിൽ അജ്മാൻ എന്ന പ്രദേശത്ത് അവൾ പാർക്കുന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. എന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നു. രോഗം വിധി ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്ത് അവൾക്ക് 30 വയസ്സായി. അവൾ അനുഗ്രഹിക്കപ്പെട്ട
ജോലിയിൽ പ്രവേശിച്ച് അവിടെ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വർഷങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ആ അനുഭവങ്ങളൊന്ന് ഓർത്തു നോക്കുമ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും, മഹത്വപ്പെടുത്താതിരിക്കും? ദൈവം നമ്മൾക്ക് ചെയ്യുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ ബോംബെയുടെ പ്രദേശത്തേക്ക് എന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. അങ്ങനെ അനേക ചർച്ചകളില് ചെറിയ വീട്ടു പ്രാർത്ഥനകളൊക്കെ ഞങ്ങളുടെ അടുത്ത് ബോംബെയിലുള്ള ഒരു പാസ്റ്റർ വന്നാണ് എന്റെ അനുഭവസാക്ഷ്യം പറയാൻ എനിക്ക് അവിടെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു വിവാഹാലോചന വന്നത്. ആദ്യം ഒരു വിവാഹാലോചന വന്നു. പക്ഷെ അതല്ലായിരുന്നു. പക്ഷെ കർത്താവ്, ഞാൻ ചോദിച്ചു, കർത്താവെ അതാണ് വിവാഹമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അല്ലായിരുന്നു. പിറ്റേ ആഴ്ച വേറൊരു ചർച്ചിലേക്ക് കടന്നു പോയപ്പോൾ അവിടെയുള്ള ദൈവദാസന്മാർ തമ്മിൽ ആലോചിച്ചാണ് എന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുവാനിടയായത്. ഇന്ന് എന്റെ കുഞ്ഞിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ IT കമ്പനിയുടെ മെസ്സഞ്ചറും മാനേജറുമായി ഏറ്റവും ടോപ്പിൽ സ്തോത്രം അവനായിരിക്കുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി നമ്മൾ ഒരു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി രണ്ട് കാര്യങ്ങളെ ചെയ്യും. പക്ഷെ അത് ആത്മാർത്ഥമായി ആയിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വേല യഥാർത്ഥമായി ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു നാളും തള്ളിക്കളയില്ല, ഒരു നാളും കൈപ്പിടുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. അതാ പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. കർത്താവിന്റെ നാമത്തെ അറിയാൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെ മുഴുവനും കർത്താവിനായി നമ്മൾ കൊടുക്കുമ്പോൾ അവന്റെ നാമത്തെ അറിയുന്നവരായി നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്കോണം നിർമ്മല മനസാക്ഷിയോടെ നമ്മൾ ദൈവത്തിന് വേണ്ടി. കാരണം ആ തുറന്ന യേശുവിനുള്ള ശബ്ദം ഒരു നിമിഷം എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ എവിടെ ചെന്നാലും ആരോടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും ഒരു 2 മിനിറ്റ് കിട്ടിയാലും ഒരു 5 മിനിറ്റ് കിട്ടിയാലും യേശുവിനെ കുറിച്ച് പറയും. അത് മാത്രമല്ല ട്രാക്റ്റുകൾ എന്റെ കയ്യിൽ ഞാൻ എപ്പോഴും കരുതും. അത് ബസ്സിൽ വെച്ചാണെങ്കിലും, അത് മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയാലും, എവിടെ പോയാലും, ഒരു വിഭാഗത്തിന് പോയാൽ പോലും ഒരു ട്രാക്റ്റ് ആർക്കെങ്കിലും കൊടുത്ത് യേശു ജീവിക്കുന്നെന്ന് പറയുവാൻ എന്റെ ദൈവം എന്നെ അനുവദിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാരണം ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി ഉഴിഞ്ഞു വെക്കാമെന്ന് യേശുവിനോട് ഞാൻ പ്രീതിയെടുത്തതുപോലെ ലേബർ റൂമിൽ വെച്ച് പറഞ്ഞു, അപ്പാ ഞാൻ നിന്നിൽ മുഴുവനും നിനക്കായി സമർപ്പിക്കുന്നു. ആ ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിലേക്ക് ഇടയ്ക്ക് വെച്ച് കർത്താവിന്റെ ജീവിതത്തിൽ ഇടയാക്കി തീർന്നു. പിന്നെ ഒന്നുകൂടി ഓർത്തു പറയുവാനുള്ളത്, എന്റെ ജീവിതത്തില് യേശുവിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജീവിതത്തില് ദൈവപ്രവൃത്തികളൊക്കെ വെളിപ്പെടുന്ന സമയത്ത് ഒരു രാത്രി ഞാൻ ഒരു വീട്ടിൽ പോയി തിരിച്ചു വന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ, ഒരു വല്ലാത്തൊരു പ്രതിസന്ധി പോലെ എന്റെ ശരീരത്തിൽ അനുഭവപ്പെടുവാനിടയായി. അപ്പോൾ അന്ന് രാത്രിയിൽ ഒരു 12 മണിയായപ്പോൾ ഞാനൊരു ശബ്ദം ഇങ്ങനെ കേട്ട, നീ എന്തിന് എന്റെ ദേശത്ത് വന്നു? അന്ന് രാത്രി 9 മണിക്ക് കർത്താവിനോട് ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ശക്തമായി നീ പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ ഞാൻ ഓർക്കുവാനിടയായി. പെട്ടെന്ന് ആരും എന്നോട് സംസാരിക്കുമ്പോൾ അങ്ങനെ രാത്രി ഒരു 12-1 മണി സമയത്ത് ഞാനൊരു ശബ്ദം വെളിയിൽ കേൾക്കുക, ഗേറ്റിന്റെ വെളിയിൽ, അതായത് വീടിന്റെ ഗേറ്റിന്റെ വെളിയിൽ ഞാൻ കേൾക്കുക, നീ എന്തിനാണ് എന്റെ ദേശത്ത് വന്നത്? കാരണം അവിടെ ഞാൻ പോയ വീട്ടില് ഒരു വല്ലാത്ത പൈശാചിക ശക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. അവരൊക്കെ വല്ലാത്ത പ്രതിസന്ധിയുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, ഞാൻ അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പൈശാചിക പ്രവൃത്തിയാണ് എന്റെ ശരീരത്തിലേക്ക് വന്നിട്ട് ഒരു ആഹാരം കഴിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വീട്ടിൽ വന്ന് തളർന്നിരിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് റൂമിൽ ഹാളിൽ വന്നിട്ട് ഞാൻ ദൈവത്തോട് ആരാധിക്കുവാൻ തുടങ്ങി, സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറയുവാനില്ല, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദുഷ്ടാത്മാവെ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുപോയി ദേശം വിട്ടു പോകുക എന്ന് പറയുവാനിടയായി. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു, ആ ഒരു വല്ലാത്ത ഒരു ശബ്ദം കേട്ടു തിരിച്ചു പോകുന്ന ഒരു കാഴ്ച.
അതിന്റെ പിറ്റേന്ന് എൻ്റെ നേരെ മുകളിലത്തെ ചേച്ചി ഇങ്ങനെ പറയുവാനിടയായി, ഇന്നലെ രാത്രി ഭയങ്കര പട്ടിയുടെ മോങ്ങലും ഓരിയിടലും ഒക്കെ കേൾക്കുവാനിടയായി. എന്തുവാണെന്ന് അറിയത്തില്ല, വീടിന്റെ മേലിൽ ചിത്രയുടെ വീടിന്റെ ആ ഭാഗത്താണ് കേട്ടതെന്ന് പറയുവാനിടയായി. എന്ന് വെച്ചാല് ഈ ലോകത്തിന്റെ ശക്തി, അദൃശ്യനായ ഈ ലോകത്തിന്റെ ശക്തി പല രൂപത്തിൽ ദുഷ്ടനായവൻ പല രൂപത്തിൽ കടന്നു വരും. പക്ഷെ അതിനെ ജയിക്കുവാനുള്ള ദൈവ കൃപയാണ് ദൈവം എനിക്കത് നൽകിയത്. അന്ന് രാത്രിയിൽ ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ആ ശക്തി വിട്ടുപോകുന്നത് കാണുവാനിടയായി. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലും ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവരോടും അവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ എൻ്റെ നല്ല മനസ്സാണ്. കാരണം എല്ലാവരോടും എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവരെല്ലാം രക്ഷപ്പെടുമെന്നുള്ള ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെയും ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണെഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം രാത്രിയില് കർത്താവ് രാത്രിയിൽ ബൈബിൾ തുറന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇസബേൽ കണ്ണെഴുതി കിളിവാതിൽ കൂടെ നോക്കിയെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ ഇസബേലിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഇസബേൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തെ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർക്കറിയാം. ഈ ലോകത്തിന്റെ ശക്തിയായി പാപം ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നല്ലോ രാജാവിനെ നശിപ്പിക്കുവാൻ ദുഷ്ടൻ ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഇസബേൽ എന്ന സ്ത്രീ, അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ അവൾ കണ്ണെഴുതി കിളിവാതിലൂടെ നോക്കിയെന്നുള്ളത് ബൈബിളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കർത്താവ് എന്നോട് ആ വാക്യം തന്നപ്പോൾ അന്ന് ദൈവം എന്നോട്, എന്നാലും ഞാൻ കണ്ണെഴുതുന്നത് നിർത്തി വെച്ച ഒരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇതെന്താണ് ദൈവം എനിക്ക് ഇങ്ങനെ തന്നത്. രാവിലെ ഞാൻ എൻ്റെ അതായത് കണ്ണാടി വെക്കുന്നിടത്ത് നോക്കിയപ്പോൾ ഒരു കൺമഷി അവിടെ ഇരിക്കുന്നത് കാണുവാനിടയായി. ഇങ്ങനെ ദൈവം എന്നെ അനുഭവത്തിലൂടെയാണ് ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണ് യേശു എന്നെ കൊണ്ടുവന്നത്. അതോടുകൂടി പൂർണ്ണമായി ഞാൻ കണ്ണെഴുതുന്നത് നിർത്തുവാനിടയായി. കാരണം കണ്ണിൽ കർത്താവ് പറയുന്നു, ലേപന എഴുതാൻ പറഞ്ഞ കർത്താവിന്റെ വചനത്തെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ സ്തോത്രം, നല്ല മനസ്സിലുള്ളവരായി നമ്മൾ നോക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ കണ്ണിൽ ദൈവിക വചനപ്രകാരം ജീവിക്കുന്നവർക്ക് നമുക്ക് നന്മ മാത്രമേ കാണുവാൻ കഴിയൂ. കണ്ണിൽ ലേപനം എഴുതിക്കൊള്ളാൻ കർത്താവ് പറഞ്ഞത് ദൈവവചനമാകുന്ന മർമ്മം നമ്മുടെ ഉള്ളിൽ വെക്കും. വചനത്തിൽ ഭയപ്പെടുകയും വചനത്തിൽ വിറയ്ക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനെ അങ്ങനെ അപ്രകാരം ഓരോ നിമിഷവും നടത്തുന്നത് ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞു. അവളും ബോംബെയിലേക്ക് കുടുംബമായി കടന്നു പോകാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ രണ്ടാമത്തെ പൈതൽ, അവൾ വിദ്യാഭ്യാസ ഭാവി മേഖലകളിൽ പറയുവാനാണെങ്കിൽ അവൾ ഒരു എങ്ങനെ വ്യക്തമായി എനിക്ക് പറയാനാണെങ്കിൽ അവളുടെ വിവാഹവും ദൈവത്തിന്റെ കൃപയാൽ നടക്കുവാനിടയായി. വിശ്വാസത്തിലല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങിയത്. പക്ഷേ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവളുടെ ജീവിതത്തിൽ ദൈവം നിനക്ക് ഹിതമെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഒരിക്കൽ പോലും യേശുപ്പച്ചനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ യേശുപ്പച്ചന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ദൈവപൈതൽ. പല വിവാഹങ്ങളും അവൾക്ക് വിവാഹാലോചനകളും വന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരുന്നു അവൾ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് ദൈവഹിതമെങ്കിൽ നടക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാലും പ്രിയ ദൈവ പൈതലാക്കി തീരുവാൻ ആ പ്രിയ അവനെ ദൈവം സഹായിച്ചു. അപ്പോൾ തന്നെ അവനും അടുത്തുള്ള ഒരു കൂട്ടായ്മയിലേക്ക് പോകുവാനും ദൈവവചനം കേട്ട് സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു. അങ്ങനെ സ്നാനപ്പെട്ട് അവളുടെ വിവാഹവും നടക്കുവാനിടയായി. അങ്ങനെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ കൊച്ചുമക്കളായി. പിന്നെ രണ്ട് മൂന്ന് പേരുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ കൊച്ചുമക്കളാകാൻ തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ ഇളയ മകളുടെ പിതാവും വിശ്വാസത്തിൽ വരുവാനിടയായി. ഈ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും ആ പാസ്റ്റർ, അതായത് എന്റെ മകളുടെ ഹസ്ബൻഡിന്റെ പാസ്റ്ററും വിശ്വാസത്തിലേക്ക് ആ പിതാവിനെ കൂടി കൊണ്ടുവരുവാൻ തുടങ്ങി. അങ്ങനെ ആ കുടുംബവും ദൈവത്തിലേക്ക് വരുവാൻ ദൈവം കൃപയാൽ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വരികയും അവരും കുടുംബമായ വിശ്വാസത്തിൽ വരികയും ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പൈതൽ, അതായത് ഒരാൺ പൈതലിനെ ദൈവം ഒരുക്കി.
കൊച്ചുമകളായി, അതായത് എനിക്ക് ഒരാൺകുഞ്ഞിന് വേണ്ടി എനിക്ക് മകന് വേണ്ടി ഞാൻ അന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ദൈവം എനിക്ക് കൊച്ചുമകനെ തരുവാനിടയായി. ആ കൊച്ചുമകനെ ഞാൻ 6 വർഷം നോക്കി. ഇപ്പോൾ അവന് 7 വയസ്സ് കഴിഞ്ഞു. അവനുമായി ആണ് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഈ ഗൾഫിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്ന് ഇപ്പോൾ ആയിരിക്കുന്നു. എൻ്റെ കുഞ്ഞിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡിലേക്ക് അവന് ജോയിൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഞാനും കുഞ്ഞുങ്ങളുമായി ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. എനിക്ക് പറയുവാൻ ഇത് മാത്രമേ ഉള്ളൂ. യേശു ജീവിക്കുന്ന ദൈവമെന്ന അനേക അനുഭവങ്ങളിലൂടെ, അനേക കഷ്ടങ്ങളിലൂടെ തന്നെ അപ്പോൾ തന്നെ ഭയപ്പെടേണ്ട എന്നുള്ള ഇമ്പ ശബ്ദം കേട്ട് അനേക അനുഭവങ്ങളിലൂടെ ദൈവിക സ്നേഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അന്ന് മുതൽ ഇന്നലെ ഇപ്പോൾ അനേക മീറ്റിങ്ങുകൾ ദൈവം എനിക്ക് തരുവാനിടയായി തീരുന്നു. അനേക സ്റ്റേജുകളിൽ സർവശക്തനായ ദൈവം എന്നെ നിർത്തി അനേക പരസ്യങ്ങളിൽ കടന്നു പോകാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന് വേണ്ടി അന്ത്യത്തോളം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന ദേവദാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുക. ആമേൻ, ആമേൻ. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ കേൾക്കുവാനിടയായല്ലോ. കർത്താവ് നമ്മുടെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇനിയും ഇത് കേൾക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മനോഹരമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണമേ. ആവിനെ അതിരത്തെ ഹൃദയത്തെ ഒരുക്കണമേ, ജീവിതത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാത്സല്യ ദൈവദാസിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ ശക്തീകരിക്കണമേ. കർത്താവേ, ചാനൽ സംബന്ധമായി കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ നിന്റെ മകളെ നീ ഉപയോഗിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയെ പിന്നെ ഉപയോഗിക്കണമേ. കുടുംബമായി കർത്താവ് അവരെ സഹായിക്കാൻ സൂക്ഷ്യമാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അപ്പച്ചാടിയുടെ നാവിലൂടെ പുറത്തു വന്ന ദൈവവചനം ദൈവിക സാക്ഷ്യം കർത്താവേ അനേകരുടെ ഹൃദയത്തില് വ്യക്തമായി വെളിപ്പെടുവാൻ, അനേകർക്ക് ചലഞ്ചായി മാറുവാൻ, അനേകർ ഈ രക്ഷയുടെ സന്തോഷം അറിയുവാൻ, കർത്താവ് ഹല്ലേലൂയ ജീവനുള്ള ദൈവമെന്നും കർത്താവിന്റെ പ്രവൃത്തി വലിയതെന്നും അറിയുവാൻ, അനേകർ നിത്യരാജ്യത്തിലേക്ക് നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ അടിയന്റെ സാക്ഷി മൂലമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. സകല മഹത്വത്തിനും വീഴ്ചയും യോഗ്യനെ, മാനവും മഹത്വവും വീഴ്ചയും മുഴുവനും അങ്ങേക്കർപ്പിക്കുന്നു. സകലവും നന്മയ്ക്കായി ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.